എൻ്റെ പേര് സുഭാഷ് മാത്യു. ഞാൻ പാമ്പാടി, കോട്ടയം ജില്ലയിലെ പാമ്പാടി എന്ന പ്രദേശത്ത് ജനിച്ചു. ഇപ്പോൾ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു കുടുംബമായി. ഞാൻ ഒരു IT പ്രൊഫഷണലായി ന്യൂയോർക്ക് സിറ്റിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ എൻ്റെ അനുഭവം ഷെയർ ചെയ്യുവാനായി ഞാൻ ആഗ്രഹിക്കുക. കാരണം ഞങ്ങൾ പാമ്പാടിയിൽ ഒരു മർത്തമ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഏകദേശം 3 മൈലോളം ദൂരെയായിരുന്നു ഞങ്ങളുടെ ചർച്ച്. എൻ്റെ പിതാവ് പോലീസ് ഓഫീസർ ആയിരുന്നപ്പോൾ പലപ്പോഴും അദ്ദേഹം ആ സമയത്തൊക്കെ ഡ്യൂട്ടിയിലായിരിക്കും. എൻ്റെ അമ്മ, ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. ഞാൻ ഏറ്റവും ഇളയ ആളാണ്. എനിക്ക് 3 ജ്യേഷ്ഠന്മാരാണുള്ളത്, 4 ആൺമക്കൾ. സോ ഞങ്ങളെ കൂട്ടി ഞങ്ങൾ ഈ 3 മൈൽ നടന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമായിരുന്നു, വൈകിട്ടും പാട്ട് പാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അന്നൊക്കെ ബൗദ്ധികമായ തലത്തിൽ ഞങ്ങൾ വചനം മനസ്സിലാക്കിയിരുന്നു, തീർച്ചയായിട്ടും, അതിന് യാതൊരു തർക്കവുമില്ല. എന്നാൽ ഞാൻ ഒരു 8-9 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് കൂടുതൽ മദ്യപാനിയായി, ഒരു തികഞ്ഞ മദ്യപാനിയായി. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. അപ്പം അദ്ദേഹം നല്ല സുഹൃത്ത് ബന്ധങ്ങളും അങ്ങനെയൊക്കെയായി നല്ല തികഞ്ഞൊരു മദ്യപാനിയും ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. എൻ്റെ പിതാവ് ബേസിക്കലി ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ ഈ മദ്യപിച്ച് കഴിയുമ്പോൾ മദ്യത്തിൻ്റെ ആസക്തി മൂലമുണ്ടായിരുന്ന വളരെ പ്രയാസങ്ങൾ ഞങ്ങൾ അവസാന നിമിഷമൊക്കെ വളരെ പേടിച്ചായിരുന്നു വരുമ്പോൾ. വലിയ ബഹളമൊക്കെ വെച്ചായിരുന്നു വരുന്നത്. അങ്ങനെ ഏകദേശം എനിക്കൊന്ന് 11 വയസ്സുള്ളപ്പോഴാണ് ഒരു ക്രിസ്മസ് രാത്രിയിൽ ഞങ്ങളെല്ലാവരും പിതാവിനെ വെയിറ്റ് ചെയ്തിരുന്നു. അന്നും ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു ഞങ്ങളുടെ കൂടെ ഡിന്നർ കഴിക്കാനെല്ലാം കാണും എന്ന് കരുതി. എന്നാൽ അന്ന് വന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് അമ്മച്ചി ഞങ്ങളെല്ലാവരുടെ ആഹാരം കഴിച്ചു, കിടന്നു. ഏകദേശം ഒരു 12-1 മണിയാകുന്നതാണ് അതിൻ്റെ തോന്നൽ. ആ സമയത്ത് 2 വ്യക്തികൾ ബെല്ലടിച്ചു. എന്നിട്ട് പിതാവിനെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം ഒരു കുരിശും തൊട്ടിയുടെ അവിടെ സാധാരണ പൈസ ഇടുന്നൊരു പതിവുണ്ടായിരുന്നു. എത്ര മദ്യപിച്ചാണെങ്കിൽ അവിടെ പൈസ നേർച്ചയിടുമായിരുന്നു. അപ്പം അങ്ങനെ അവിടെ കയറിയ സ്ഥാനത്ത് അവിടെ വീണുപോയി. എന്നിട്ട് അവർ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ അമ്മ വളരെ ദുഃഖത്തോടുകൂടി, എനിക്ക് തോന്നുന്നത് നമ്മൾ വേദനയോടുകൂടി എന്ത് പറഞ്ഞാലും ദൈവത്തോട് പറഞ്ഞാൽ അത് ജാതി ഭേദമന്യേ ആര് പറഞ്ഞാലും ദൈവം അത് കേൾക്കും. അപ്പം എൻ്റെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചങ്കത്ത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ നമ്മുടെ അടുത്ത് തന്നെ കിടന്നുറങ്ങുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ചങ്കത്തലച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു ക്രിസ്മസ് ഇനി കാണുവാൻ നീ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അത് വളരെ ഹൃദയവേദനയോടുകൂടിയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചു. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ പറയട്ടെ. ദൈവത്തിലൊരു വചനം പറയുന്നുണ്ട്, ഈ സമാധാനത്തിനായി എനിക്ക് അത്യന്തം കയ്പായത് ഭവിച്ചു എന്ന് പറയുന്നത് പോലെ അടുത്ത ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെ പ്രിയ മാതാവ് ക്യാൻസർ രോഗം ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ 13-ാം വാർഡിൽ അഡ്മിറ്റായി കിടക്കുകയായിരുന്നു. ഡോക്ടർ CP മാത്യുവിൻ്റെ ചികിത്സയിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം 25 ദിവസത്തെ റേഡിയേഷന് വേണ്ടി പറഞ്ഞുവെങ്കിലും 10-11 റേഡിയേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഒരു റേഡിയേഷനും എടുത്താൽ ശോശാമ്മ ആ ടേബിളിൽ തന്നെ
മരിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കിനിയും കാര്യമായ ഒന്നും ചെയ്യുവാനില്ല എന്ന് പറഞ്ഞ്, ഞങ്ങൾക്കന്ന് വഴിയൊന്നുമില്ല, നല്ലൊരു തൊണ്ടാണ്. അപ്പോൾ 2-3 പേര് കൂടി ഒരു ചേറൽ വെച്ച് എടുത്തുകൊണ്ടാണ് അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അമ്മച്ചി അവിടെ ഒന്ന് പൊട്ടിക്കരയുന്നു. ഞാനിന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ നേരെ മൂത്ത ബ്രദർ സുനിൽ, അല്ലെങ്കിൽ ഫിലിപ്പ് എന്നാണ് ഒഫീഷ്യൽ നെയിം, 9ൽ പഠിക്കുന്നു. അതിൻ്റെ നേരെ മൂത്ത ആൾ 11ൽ പഠിക്കുന്നു, സന്തോഷ്. ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ITCക്ക് പഠിക്കുന്നു, തോമസ് മാത്യു സുരേഷ്. ആരും എങ്ങും ആയിട്ടില്ല. അങ്ങനെ ഒരു വലിയ, കാരണം അമ്മച്ചിയായിരുന്നു വീട്ടിലെ എല്ലാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും നമ്മൾ ആഹാരം കഴിക്കുന്നത് അന്നേരം ഇച്ചിരി ലേറ്റ് ആയിക്കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുമായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്ത് എൻ്റെ പിതാവ് കോട്ടയം ടൗണിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ വല്യമ്മച്ചിക്ക് നല്ല വലിവുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ സാധനം അടുപ്പത്ത് കൊണ്ടുവന്നാൽ ബാക്കി ചെയ്യും. അപ്പം അങ്ങനെ ഞാനും ഞങ്ങൾ സഹോദരങ്ങളുമൊക്കെ ആഹാരം ഉണ്ടാക്കാനും ഏറ്റവും ഇളയ ആളെ ഞാനായിരുന്നു ഉള്ളതിൽ, പെൺപിള്ളേരില്ലല്ലോ. അപ്പം അമ്മച്ചിയുടെ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം ഞങ്ങൾക്ക് തൊട്ടടുത്തൊരു തോടുണ്ട്, ഒരു ശകലം നടന്നാൽ മതി. അപ്പോൾ ആ അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം എൻ്റെ കയ്യിലാണ് തരുന്നത് അലക്കാനായിട്ട്. അപ്പോൾ അലക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും ഞങ്ങളുടെ നെയ്ബേഴ്സും ആൻറ്റിമാരും ഒക്കെ പലരും ഇത് കണ്ട് അവർക്കും സങ്കടമാണ്. അപ്പോൾ അവർ, മോനെ നീ കഴുകണ്ട, അതിന് ഞാൻ കഴുകാം എന്ന് പറഞ്ഞ് കഴുകിയ നല്ല നല്ല ഓർമ്മകളുണ്ട്. അപ്പം അനേകർക്കിതൊരു വലിയ സങ്കടകരമായ കാര്യമായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള നെയ്ബേഴ്സ്, തുമ്പയിൽ എന്ന് പറഞ്ഞൊരു ഫാമിലി, കുറേ ഫാമിലീസ് ഉണ്ട്. അവരങ്ങനെ അനേകർ, എല്ലാ മതവിശ്വാസികളും, അതായത് എല്ലാ പല ക്രിസ്ത്യൻ ഡിനോമിനേഷനുള്ളവരൊക്കെ എല്ലാവരും വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്ത് മീനടം ചാമക്കാലയിൽ കുഞ്ഞച്ചൻ ഉപദേശി എന്ന് പറയുന്ന ഉപദേശിയും എൻ്റെ അമ്മയുടെ 2 കസിൻസ് ഉണ്ട് ചേനേപ്പറമ്പിലെ, ആ അമ്മച്ചിമാരും, പിന്നെ അമ്പാടിയിലുള്ള കുട്ടിയമ്മാമ്മയും, അങ്ങനെ കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞ്, മോനെ മക്കളെ ഞങ്ങൾ ഇവിടെ വരുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ, ഞങ്ങൾക്കൊന്നും തരണ്ട, ഞങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ വളരെ തീർച്ചയായിട്ടും വരിക, അതിനെന്താ. അപ്പോൾ അന്ന് വരെ ഞാൻ പള്ളിയിലും ഒക്കെ പോയി, അല്ലെങ്കിൽ ഞങ്ങളും ഇരുന്ന പ്രാർത്ഥനയിൽ നിന്നൊരു വ്യത്യസ്തമായ പ്രാർത്ഥനയായിരുന്നത്. അവിടെ അവർ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവകൃപ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോഴും അമ്മച്ചി ബെഡലാണ്, എഴുന്നേക്കാനൊന്നും വയ്യ. അപ്പോൾ ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും ചെന്ന് പറയും, കണ്ണുനീരോടുകൂടി പറയും, ഒരു കുഞ്ഞിനെങ്കിലും ഒരു ജോലിയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് അന്ന് ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ഫാദറിനോട് പറഞ്ഞിരുന്നതാണ് പറയുന്നത്, മാക്സിമം 3 മാസം, അതിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ കാനഡയിലുണ്ട്, ഫാദറിൻ്റെ ഇളയ സിസ്റ്റർ കാനഡയിലാണ്. ആൻറ്റി വരെയും വന്ന് കണ്ടു. ആൻറ്റി എടുത്തൊരു പിക്ചർ എനിക്കൊന്ന് ആൽബത്തിൽ ഇപ്പോഴും ഉണ്ട്, വളരെ സ്കെലിറ്റൻ മാതിരിയായിട്ടുള്ള അമ്മയുടെ ഒരു പിക്ചർ, തലമുടിയൊക്കെ എല്ലാം പോയി. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ആഹാരം പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ എല്ലാം തന്നെ ചെയ്യും. ആൾക്കാരൊക്കെ ഇങ്ങനെ ഒത്തിരി വിസിറ്റേഴ്സ് വരും, ചായ കാപ്പി ഇതെല്ലാം ചെയ്ത് അങ്ങനെ ജീവിതം ഒരു വല്ലാത്തൊരവസ്ഥ. അന്ന് വരെ ഓടിച്ചാടി പന്തും കളിച്ച് അല്ലെങ്കിലൊക്കെ നടന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി പശു കൊണ്ട് ആടുണ്ട്. അപ്പം ഞങ്ങൾക്ക് പശുവിന് കാടി ഉണ്ടാക്കണം, പുളിമ്പൊടി കൊടുക്കണം, പുല്ല് പറിക്കണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം ഞങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റി ആയി. അന്ന് വരെ ഞങ്ങൾ ആരും ഇതൊന്നും ചെയ്തിട്ടില്ല. അതുകൂടാതെ രാവിലെ
ഞങ്ങൾ പുട്ടുണ്ടാക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല നെയ്ബേഴ്സും ഞങ്ങളുടെ ബന്ധുക്കളും ഒക്കെ ഇതുപോലെ ആഹാരമൊക്കെ പ്രിപ്പയർ ചെയ്തൊക്കെ കൊണ്ടുവരാറുണ്ട്. എനിക്കറിയാം താഴത്തെ വീട്ടിലെ തുമ്പലെ വീട്ടിലെ അമ്മാമ്മ മത്തിയൊക്കെ കഴുകി വെട്ടി ഈവൻ കരിയാപ്പല വില ഇട്ടുകൊണ്ട് ജസ്റ്റ് അടുപ്പത്തോട്ട് വെച്ചാൽ മതി, അങ്ങനെ കൊണ്ട് തരുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അനേകർ സഹായിച്ചു. ഇതിലെല്ലാം പ്രാർത്ഥനയിൽ അനേകർ വന്നു സംബന്ധിച്ചു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥന, അതിപ്പോഴും പലരും എന്നെ കണ്ടാൽ പറയും, മോനെ നിൻ്റെ ആ പ്രാർത്ഥന ഞങ്ങൾ മറക്കില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ച ഒന്നേ ഉള്ളൂ. കാരണം എനിക്ക് അതിന് ഏകദേശം 6-7 മാസം മുമ്പ് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഭീകരത്വം എനിക്ക് മനസ്സിലായി, അത്തരം പ്രായമുള്ളെങ്കിലും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് അമ്മയില്ലാത്തൊരു ജീവിതം തരരുത് എന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എനിക്കൊന്ന് എല്ലാവരും തന്നെ കരയുമായിരുന്നു. അപ്പം അങ്ങനെ സ്കൂളിൽ പോകണം. അപ്പം രാവിലെ പോകുമ്പോൾ വളരെ ഉള്ളിലൊരു ആശങ്കയോടുകൂടിയാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ അമ്മ കാണുമോ ഇല്ലയോ. അപ്പം അങ്ങനെ ക്ലാസ്സിലൊക്കെ ആണെങ്കിലും ചിലപ്പോഴൊക്കെ ഞാൻ വെളിയിലിറങ്ങിപ്പോയി കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയുടെ എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ട് വീട്ടിൽ പലവണ കാണാനായിട്ട് അമ്മച്ചിയെ. എൻ്റെ മലയാളം ടീച്ചർ ഗ്രേസി ടീച്ചറാണ് അമ്മച്ചിയുടെ മുടിയെല്ലാം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എന്ന് ഞാനിപ്പോഴും ഓർക്കുന്നു, കട്ട് ചെയ്ത് ഒക്കെ ശരിയാക്കുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ ആരംഭിച്ചു. അപ്പോൾ എൻ്റെ പിതാവിന് ഇതിലൊന്നും താല്പര്യമില്ല, പ്രാർത്ഥനയ്ക്കൊന്നും ഇരിക്കില്ല, ജസ്റ്റ് ഇങ്ങനെ ദേഷ്യപ്പെട്ടൊന്ന് നോക്കിയിട്ട് പോകും. അദ്ദേഹം അന്ന് കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് അവർക്ക്. അപ്പം അങ്ങനെ അദ്ദേഹം ഈ ഏകദേശം ഒരു 3 മാസമായി പ്രാർത്ഥനയൊക്കെ നടന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഇവർക്കൊരു 2-3 മണിക്കൂർ ഉറങ്ങാനുള്ള അവസരമുണ്ട്. അപ്പം ആ സമയത്ത് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അച്ചാച്ചൻ പറയുന്നത്, ഞങ്ങളെൻ്റെ പിതാവിനെ അച്ചാച്ചൻ എന്നാണ് വിളിക്കുന്നത്, അപ്പോൾ അച്ചാച്ചൻ പറഞ്ഞത്, ഒരു സിനിമ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞ പോലെ സ്വപ്നത്തിൽ താൻ ചെയ്ത സകല പാപങ്ങളും വൺ ആഫ്റ്റർ അനദർ ദൈവം കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മാതൃഇടവക, അച്ചായൻ്റെ ഇടവക കോട്ടയം ജെറുസലേം മാർത്തോമാ ചർച്ചാണ്. പാമ്പാടിയിൽ ഞങ്ങൾക്ക് പള്ളിയുണ്ടെങ്കിലും. അപ്പം ആ ജെറുസലേം മാർത്തോമാ ചർച്ചിൻ്റെ നടുക്ക് അമ്മയുടെ ഡെഡ് ബോഡി ഇരിക്കുന്നത് കണ്ടു, അതും കാണിച്ചു. അപ്പോഴത്തേക്ക് വളരെ ഇതിൽ കരയാൻ തുടങ്ങി. കാരണം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു, അച്ചാൻ എത്ര മദ്യപിച്ച് ഈവൻ അയലക്കത്തുള്ളവരെയൊക്കെ ചില മീൻസ് വല്ലാത്ത ഭാഷകളൊക്കെ വിളിക്കുമായിരുന്നു ചിലപ്പോഴൊക്കെ ആയാലും. എന്നാൽ അമ്മച്ചിയോട് ഒരിക്കൽ പോലും ഒന്ന് ദേഷ്യപ്പെട്ടോ അല്ലെ അടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വ്യക്തമായ മറുപടി കിട്ടണമെങ്കിൽ ആരെ തൊടണമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം ആ കറക്റ്റ് വ്യക്തിയെ തൊട്ടു. അപ്പം എനിവേ ആ ദർശനം അത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ കരഞ്ഞപ്പോൾ ചാടി എണീറ്റു ദൈവമേ ഇത് എന്താണ്, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു ദൈവശബ്ദം കേട്ടു, പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്ക് പ്രതിഫലം തരാം. അങ്ങനെ അവിടെ മുട്ടുമടക്കി. ആ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ റൂമിൽ അദ്ദേഹം മുട്ടുമടക്കി തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു പുതിയ സൃഷ്ടിയായി അവിടെ വെച്ച് തീർന്നു. കാരണം ഒന്ന് നിങ്ങൾ ആലോചിക്കണം, അന്ന് ഞങ്ങളുടെ ഏക വരുമാനം എൻ്റെ പിതാവിൻ്റെ ശമ്പളം മാത്രമാണ്. അദ്ദേഹം ചെയ്തതെന്നാന്ന് ചോദിച്ചാൽ, അന്ന് തന്നെ കോട്ടയം കളക്ടറിന് തൊട്ടിപ്പുറത്താണ് ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പോയി സൂപ്രണ്ട് ഓഫ് പോലീസിന് റെസിഗ്നേഷൻ കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, മാത്യൂസേ, നിങ്ങളുടെ വൈഫ് സുഖമില്ലാതെ കിടക്കുന്നു, 4 ആൺമക്കൾ, ഒന്നുമായിട്ടില്ല, നിങ്ങളെങ്ങനെ ജീവിക്കും? മാത്യൂസ് ഒരു കാര്യം ചെയ്യും, ഒരു 6 മാസം അവധി എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് തിരിച്ചു വാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതാണ് വിശ്വാസം,
അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ 1 മിനിറ്റൂടെ നിന്നാൽ വീണ്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി വീണ്ടും ഈ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അങ്ങനൊരു ജീവിതം നയിക്കുവാൻ എനിക്ക് ആഗ്രഹമില്ല, ഞാനതിന് താല്പര്യപ്പെടുന്നുമില്ല. കാരണം ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. അതുകൊണ്ട് എനിക്ക് ഈ ജോലി വേണ്ട, ദൈവം നടത്തും എന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ അബ്രഹാമിനെ പോലെ ഒന്നും കാണാതെ, ഭാവി എങ്ങനെയായി തീരുമെന്നറിയാതെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് എൻ്റെ പിതാവ് അവിടുന്ന് പടിയിറങ്ങി. വളരെ തുച്ഛമായ ഒരു പെൻഷൻ മാത്രം കിട്ടുമായിരുന്നു, 200-250 എന്ന എൻ്റെ ഓർമ്മ. നിങ്ങൾക്കറിയാം, അതുകൊണ്ട് ജീവിതം അത്ര ഈസിയൊന്നുമല്ല. പക്ഷെ അന്നു മുതൽ എൻ്റെ പിതാവിൽ ഞാൻ കണ്ട ചില വ്യത്യാസങ്ങൾ ഞാൻ പറയാം. അന്നു മുതൽ മരിക്കുന്നിടം വരെയും എൻ്റെ പിതാവ് കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. അതിപ്പോൾ ഞങ്ങൾക്കെന്നല്ല, വഴിയേ പോകുന്ന ഒരാൾ പറഞ്ഞാലും ആരൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാലും കണ്ണുനീരില്ലാതെ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ പറയും, എനിക്കപ്പോഴെല്ലാം ഓർമ്മ വരുന്ന മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്നൊരു വ്യക്തിയൊക്കെ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. പാപിനിയായൊരു സ്ത്രീ കണ്ണുനീര് കർത്താവിൻ്റെ കാൽ നനച്ച് തൻ്റെ തലമുടി കൊണ്ട് ഇത് ചെയ്തതുപോലെ അങ്ങനെ ഉള്ളൊരു ജീവിതം. അദ്ദേഹം ഈവൻ കവലകളിൽ പോലും, അദ്ദേഹം ഒരുപക്ഷെ കുടിച്ചു കിടന്ന കവലകളൊക്കെ ആയിരിക്കാതെ അവിടെയൊക്കെ പോയി തനിക്കറിയാവുന്ന ഭാഷയിൽ ദൈവവചനം പറയുകയും തൻ്റെ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ പറയുകയും ആരോടൊക്കെ എവിടെയൊക്കെ ഇവൻ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി പറയുവാനുമൊക്കെ ഇടയായി. അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ വെള്ളിയാഴ്ചകളിലൊരു ഉപവാസ പ്രാർത്ഥന തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ ഈ കൊറോണ കാലം വരെയും അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ കൂടി അനേകർ കടന്നു വന്ന് ദൈവത്തെ അറിയുവാനും കൂടുതൽ അടുത്തറിയുവാനും കൃപകൾ പ്രാപിപ്പാനും ദൈവം സഹായിച്ചു. അതിനിടയ്ക്ക് നിങ്ങളിപ്പം വിചാരിക്കുന്നതായിരിക്കും അമ്മച്ചിയുടെ സ്ഥിതിവിശേഷം എന്താണെന്നല്ലേ. അമ്മച്ചിക്ക് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാട്ടുചികിത്സ, കട്ടപ്പനയിലുള്ള ഒരു തോമസ് വൈദ്യൻ്റെ നാട്ടുചികിത്സ, അത് ആ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി ഇതുപോലെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം അവർ രണ്ടുകൂടെ ഒരുമിച്ച് പോയി. ആ വൈദ്യൻ ചികിത്സിച്ച് അനേകർ മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ അമ്മച്ചിക്ക് ആ ചികിത്സ തുടർന്നുകൊണ്ടേയിരുന്നു. ദൈവകൃപയാൽ ഗ്രാജുവലി വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അമ്മച്ചി കിടന്നിടത്ത് എണീറ്റു, കുറച്ചുകൂടെ ബെറ്ററായി. ഏകദേശം കുറേ വർഷങ്ങൾ കൊണ്ടാണ് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. ദൈവം ഇന്ന് ഏകദേശം 39 വർഷം കഴിയുന്നു. ഇന്നും എൻ്റെ മാതാവ് പൂർണ്ണ സൗഖ്യത്തോടെ ഇന്നും ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം വലിയവനായ ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അന്ന് ചാമക്കാല കുഞ്ഞിച്ചുമദേശി ആദ്യത്തെ പ്രസംഗം എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ നിന്നും ഹിസ്കീയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ച് 15 വർഷം ആയുസ് നീട്ടിക്കൊടുത്തതിനെ കുറിച്ചാണ് പ്രസംഗിച്ചത്. അന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തു. കാരണം അദ്ദേഹം ഒരു പറഞ്ഞ വാക്കുണ്ട്, ഇത് വന്നത് നന്നായി എന്ന് പറയുന്ന ഒരു ദിവസം പിന്നീട് വരും, അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അന്ന് ഇതെനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാകും എത്രമാത്രം ദൈവം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഞങ്ങളുടെ കുടുംബം ഒന്നടങ്കം, ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മ, പിതാവ്, എൻ്റെ സഹോദരങ്ങൾ 3 പേരും എല്ലാവരും കർത്താവിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കപ്പെടുവാനും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും വളരുവാനും. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്ന വേറെ അധികം ആക്ടിവിറ്റീസൊന്നും ഇല്ലായിരുന്നു. സ്കൂളും കോളേജും അല്ലെങ്കിൽ പഠിത്തവും കഴിഞ്ഞും മിക്കവാറും തന്നെ എല്ലാ ദിവസങ്ങളും ഞങ്ങളെല്ലാവരും കൂട്ടായ്മ പ്രാർത്ഥനയ്ക്ക് പോവുകയും അങ്ങനെ ഒരു ജീവിതമായിരുന്നു പിന്നീട് ഞങ്ങളുടെ എല്ലാവരും. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇന്ന് മാർത്തോമാ സഭയുടെ ഒരു പൂർണ്ണസമയം സുവിശേഷകനാണ്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ
SI ആയിട്ട് ഇപ്പോൾ റിട്ടയർമെൻ്റായി. മൂന്നാമത്തെ ജ്യേഷ്ഠൻ ഇപ്പോൾ ISRO ജോലി ചെയ്യുന്നു. അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ US-ലായിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി അനുഭവങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. കാരണം നമ്മളിങ്ങനെ ചെയ്യാൻ തീരുമാനമെടുത്തു വന്നുവെങ്കിലും പലപ്പോഴും പലരും വെളിയിലുള്ള പലരും ഒരുപക്ഷെ അറിഞ്ഞു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞങ്ങൾക്കറിയാൻ 50 പൈസയുടെ വില എന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഈവൻ മുളക് പൊടിയും ഉള്ളിയും അല്പം എണ്ണയും ഉണ്ട് എങ്കിൽ, ഒരു തൈരും ഉണ്ടെങ്കിൽ എങ്ങനെ സുഖമായി നമുക്ക് ചോറ് കഴിക്കാമെന്ന് ഞങ്ങൾക്കറിയാം. കാരണം അങ്ങനെ കഴിച്ച കാലങ്ങളുണ്ട്. എല്ലാത്തിനും പരിമിതി വെച്ചൊരു കാലം. അതുകൊണ്ട് ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അല്ലെങ്കിൽ ആരാണിത് കേൾക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്കൊന്നേ പറയാനുള്ളൂ. നമ്മൾ കർത്താവിനെ അറിഞ്ഞൊരു തീരുമാനമെടുക്കുമ്പോൾ എല്ലാം സുഖമായി എന്ന് നമുക്ക് കരുതുവാൻ കഴിയില്ല. അതിനോടുകൂടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും ഉണ്ട്. എന്നാൽ അതിനുള്ളിലും വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സകല കഷ്ടങ്ങളും ഞാൻ ഛേദമെന്ന് എണ്ണുകയാണ്. കാരണം അതൊന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിപ്പിക്കാൻ സാധ്യമല്ല. കാരണം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദൈവം അങ്ങനെ ആ രീതിയിൽ വളരെ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലൂടെ കടന്നുപോയെങ്കിലും പലരിൽ കൂടി ദൈവം സഹായിച്ചു. ആദ്യമായി ജോലി കിട്ടുന്ന എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനാണ്. 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം എയർഫോഴ്സിൽ എയർമാനായി ജോലിക്ക് കയറി. അതോടുകൂടി ഒത്തിരി ഞങ്ങൾക്ക് സാമ്പത്തികമായി പല വ്യത്യാസങ്ങളും വന്നു. കാരണം അറ്റ്ലീസ്റ്റ് കുറച്ചുകൂടി ജീവിക്കാനുള്ള ഒരു വലിയ ബുദ്ധിമുട്ടുകൾ മാറി. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ഇതിൽ പോയി. ദൈവം വളരെ അത്ഭുതകരമായി ഞങ്ങളെല്ലാവരെയും ദൈവം നടത്തി. ആർക്കും എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ പിതാവ് അന്ന് എൻ്റെ തന്നെ ഞങ്ങളുടെ തന്നെ ബന്ധുമിത്രാത്തി അവൾ നല്ല വശം കൊണ്ടാണ് അവർ പറയുന്നത്. ഈ ലോകപ്രകാരം നോക്കുമ്പോൾ അവർ പറയുന്നത് ശരിയുമാണ്. എന്തുകൊണ്ടാണ് അച്ഛൻ കുഞ്ഞെന്നാണ് അല്ല വിളിക്കുന്നത് അച്ഛനെ. അച്ഛൻ കുഞ്ഞ് എന്തുകൊണ്ട് ബുദ്ധിമോശ കാണിച്ച്? അത് ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലയോ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട് ഇല്ലയോ. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരുപക്ഷെ പറഞ്ഞവരുണ്ട്. എന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. നമുക്കൊരു പാട്ടുണ്ടല്ലേ, ആർക്കും കടക്കാരനല്ല ഒരു ദൈവം. ആ ദൈവം ഒരു കടവും വരുത്താതെ ഞങ്ങൾ 4 പേരെയും ഒരു കുറവും കൂടാതെ പഠിപ്പിച്ച് ഓരോ ഉദ്യോഗസ്ഥാനങ്ങളിൽ ദൈവം ആക്കി. അത് എൻ്റെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അനുഭവങ്ങൾ പറയാൻ കഴിയും. കാരണം ഞാൻ കോട്ടയം CMSൽ പ്രീ ഡിഗ്രി പഠിച്ചു. അതിനുശേഷം വാരൂർ NSS കോളേജിൽ ഡിഗ്രി പഠിച്ചു, BSc ഫിസിക്സ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കുകയാണ് PGDCAക്ക് IHRD പുതുപ്പള്ളിയിൽ ഒരു അഡ്മിഷന് വേണ്ടി അപ്ലൈ ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ BSc ഫിസിക്സ് ആയിരുന്നുകൊണ്ട് തന്നെ എനിക്ക് അവന് ഈ ഡിഗ്രിയുടെ മാർക്ക് നോക്കിയാണ്. അതപ്പം മാത്തമാറ്റിക്സുകാർക്കാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും മാർക്ക് കിട്ടുന്നത്. അപ്പം അങ്ങനെ വന്ന് എൻ്റെ തൊട്ട് മുൻപിലുള്ള ആൾക്കാരെ കിട്ടി. അപ്പം ഞാൻ വളരെ ഭാരത്തോടെ ദൈവമേ, അത് വളരെ വിഷമത്തോടെ തിരിച്ചു വന്ന് ഞാൻ ഒരു ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ പെങ്ങളുടെ ഒരു ശവടക്കിന് പോയപ്പോൾ അവിടെ അന്നത്തെ ഞങ്ങളുടെ MLA ആയിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ കാണുവാനും ഇങ്ങനൊന്നും, അദ്ദേഹം ആരെയും ശ്രവിക്കുന്ന ആളാണ്. നമ്മൾ ആരെയിരുന്നാലും എന്തും നമുക്ക് ഫ്രീ ആയിട്ട് പറയാം. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ BSc മാത്തമാറ്റിക്സ് മാർക്ക് മാത്രമേ കൂടുതൽ അതിന് ചാൻസ് ഉള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു എന്ന് മാത്രമേ പറഞ്ഞു. അദ്ദേഹം അന്ന് എടുത്ത് വായിക്ക് പറഞ്ഞു, ഞാൻ അടുത്ത ആഴ്ച അവിടെ IHRD വരുന്നുണ്ട്, ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, അങ്ങനെ ഒരു ലെറ്റർ എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെറ്റർ എനിക്ക് എഴുതാം എന്ന് പറഞ്ഞു. അവിടെ ഞാൻ വരുമ്പോൾ അവിടെ വന്നാൽ മതി, എന്നിട്ട് ലെറ്റർ അന്നേരം തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ലെറ്റർ അവിടെ ഞാൻ ചെന്നു കൊടുത്തു. അദ്ദേഹം പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഒരു 1.5-2 മണിക്കൂർ വെയിറ്റ് ചെയ്യുമോ
എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ, 50 സീറ്റ് കൂടി കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്നും വേണേൽ അന്വേഷിച്ച് നോക്കാം. 93, 94 PGDSIക്ക് 2 ബാച്ചിന് വരെ 3ാമത്തെ ബാച്ച് കൂടെ ഉണ്ടായിട്ടുണ്ട്. ദൈവം പ്രാർത്ഥിച്ചിട്ടാവട്ടോ, വളരെ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നപ്പോഴാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. ദൈവം നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ്, നമുക്ക് വലിയ ഹോൾഡൊന്നും വേണമെന്നൊന്നുമില്ല, നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞ് ദൈവം ഓരോരുത്തരെ മുന്നിൽ കൊണ്ട് തരും. അങ്ങനെയാണ് ഞാൻ PGDSI പഠിക്കുന്നത്. അതിനുശേഷം PGDSI കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിജു ഫിലിപ്പ് സാറും ഒക്കെ പറഞ്ഞു, സുഭാഷ് MCAക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോകണം. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പം സാറിന് എന്നെ അറിയാം, സാറ് പങ്കെടുക്കാരനാണ്, എൻ്റെ ഫാറിനെയൊക്കെ അറിയാം, എൻ്റെ സാഹചര്യം അറിയാം. ഞാൻ ചിരിച്ചുകൊണ്ട്, സാറേ നടക്കുന്നതെല്ലാം കാര്യമാണോ? കാരണം അന്നൊക്കെ 1 ലക്ഷം രൂപ ഒക്കെ ക്യാപിറ്റേഷൻ കൊടുത്തു, എൻ്റെ ഫീസാണല്ലോ 50,000 ഒക്കെ. 50,000 പോയിട്ട് 5,000 എടുക്കാൻ നമ്മുടെ കയ്യിലില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് അതൊരു നടക്കുന്ന സംഭവമായിട്ട് പോലും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഞാൻ എൻ്റെ മാർക്ക് ഷീറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ അമ്മയിനൂരുകാരൻ, അദ്ദേഹം അവിടുന്ന് ഈ TC മേടിച്ചു. ഞാൻ പറഞ്ഞ്, ഇതെന്താ നീ ഇപ്പോൾ TC മേടിക്കുന്നത്? അപ്പം പറഞ്ഞ്, സുഭാഷ് ഇങ്ങനെ ഈറോഡിൽ ഒരു കോളേജിൽ MCAക്ക് അഡ്മിഷനുണ്ട്, ഫീസ് മാത്രം കൊടുത്താൽ മതി, ക്യാപിറ്റേഷനൊന്നും ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഫീസ് എത്രയാണ്? 15,000 രൂപ. അത് കേട്ടപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൊടുത്തതിനൊക്കെ ഒത്തിരി കുറവാണ്, മറ്റ് ബാധ്യതകളൊന്നുമില്ല. അന്നേരത്തെ എൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാനിന്ന് വൈകിട്ട് പോവുക, നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ പോയി, അവിടെ പോയി കണ്ടു. ഒരു 2,000 രൂപ, അന്ന് ഇച്ചിരി റബ്ബറൊക്കെ ഉണ്ട്, അതിൻ്റെ ഒട്ടുപാലും ഇതൊക്കെ വിറ്റിട്ട് 2,000 രൂപ കൊടുത്തതിന് ശേഷം തിരിച്ചു വന്നു. ബാക്കി 15,000 പിന്നെ ഹോസ്റ്റൽ ഫീസ് അല്ലാണ്ട് 20,000 രൂപയോളം ആവശ്യമുണ്ട്. വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അമ്മച്ചി ചോദിച്ചു, വേറെ ആരോടും ബന്ധുക്കളോടൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു, വേണ്ട. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി എൻ്റെ ഈ ജീവിതത്തിൽ, അത്രയും കാലത്തെ കാലഘട്ടത്തിൽ, നമ്മളൊരു വിഷമം വന്നാൽ മറ്റാരോടും പറയേണ്ട ഒരേ ഒരാൾ അത് കർത്താവ് മാത്രമാണ്. ഞങ്ങൾക്ക് അന്നും അച്ഛൻ റിസൈൻ ചെയ്ത് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ചെയ്തൊരു പ്രാർത്ഥനാമുറി, ഞങ്ങളുടെ ഇപ്പോൾ ഈ താമസിക്കുന്ന പുതിയ വീടാണ്, ആ വീട്ടിലുമുണ്ട് ഒരു പ്രാർത്ഥനാമുറി ഉണ്ടായിരുന്നു. അവിടെയാണ് പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരുന്നത്. 7 ദിവസം ഞാൻ ഉപവസിച്ച് ആ പ്രാർത്ഥനാമുറിയിലിരുന്നു. എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു പോകണമെന്നുള്ളത്. പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. 7-ാം ദിവസം ഉപവാസം എല്ലാം കഴിഞ്ഞ് ആഹാരവും കഴിച്ചിട്ട് ഏകദേശം ഒരു 5-5:30 4:30 ബിറ്റ്വീൻ 4 and 5 ആണെന്ന് തോന്നുന്നു, ഞാൻ ആലാമ്പള്ളി ജംഗ്ഷനിലേക്ക് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനായി വരുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തിൻ്റെ സിസ്റ്ററുണ്ട്, ജിനു സിസ്റ്റർ. പുള്ളിക്കാരി വന്ന് മദ്രാസിൽ ICWAക്ക് പഠിക്കുന്ന കാലം. അന്ന് എന്തോ അവധിക്ക് വന്ന് കറുകിച്ചാലി പോയിട്ട് തിരിച്ച് ഈ ആലാമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് അടുത്ത പുളിക്കൽ കവല, അത് KK റോഡിലുള്ള, അപ്പോൾ ആ അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ നോക്കണം ദൈവത്തിൻ്റെ ടൈമിങ്. ഞാനൊരു 5 മിനിറ്റ് അങ്ങോട്ടോ പുറകോട്ടോ മുൻപോട്ടോ പോയിരുന്ന് ഞാൻ ഈ ജിനു സിസ്റ്ററിനെ കാണത്തില്ല. ഒരു ബസ് പിടിച്ച് പുള്ളിക്കാരി പോയേനെ. എന്നാൽ ഞാൻ ആ കറക്റ്റ് സമയത്ത് അവിടെ ചെല്ലുന്നു. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ട്, അപ്പം ഞങ്ങൾ നല്ലവണ്ണം എല്ലാവരും അറിയാം കുടുംബമായിട്ട്. അപ്പം പറഞ്ഞിങ്ങനെ വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, സുഭാഷെ, ഞാൻ പറഞ്ഞിങ്ങനെ പോകാൻ നിവൃത്തിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അയ്യോ, SBTയിലോ ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ മതിയല്ലോ, എഡ്യൂക്കേഷൻ ലോണുണ്ട്, ഞാൻ ICWA പഠിക്കുന്നത്, അങ്ങനെ അതിന് അപ്പം എന്താ അങ്ങനെ അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ പുള്ളിക്കാരി പറഞ്ഞു തന്നു. ഞാൻ വീട്ടിൽ പോലും ചോദിക്കാതെ അന്ന് ഞങ്ങളുടെ ബാങ്കിലുള്ള ഒരു അദ്ദേഹത്തെ എനിക്കറിയാം, അവിടെ പോയി കണ്ടു, സംസാരിച്ചു. അപ്പം പറഞ്ഞ് സൈനിൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ ആയിട്ട് വാ, നാളെ ഒന്ന് ഞാൻ മാനേജരോട് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ലോണിന് ആപ്ലിക്കേഷൻ കൊടുത്തു. അതൊരു വഴിത്തിരിവായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും
ജോണിന് സമയം എടുക്കുന്നതുകൊണ്ട് ആ സമയം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഹസ്ബൻഡ് പറഞ്ഞു, എൻ്റെ ശകലം പൈസയുണ്ട്, നീ ലോണ് കിട്ടുമ്പം തന്നാൽ മതി, അതുകൊണ്ട് അതെടുത്തുകൊണ്ട് പോകും. അങ്ങനെ അതെടുത്തുകൊണ്ടാണ് അപ്പാപ്പൻ തന്ന ആ പൈസയുമായിട്ടാണ് ഞാൻ എൻ്റെ MCA പഠനം ആരംഭിക്കുന്നത്. അവിടെ പോയി തമിഴ്നാട്ടിലറിയാമല്ലോ, ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം ജ്യേഷ്ഠൻ, അപ്പം ആ ഫീസും കാര്യങ്ങളാണ്. അപ്പം ജ്യേഷ്ഠൻ എല്ലാ മാസവും 800 രൂപ, അദ്ദേഹത്തിനും അന്ന് വലിയ ശമ്പളമില്ല, അതിൽ നിന്ന് 800 രൂപ മാസം എനിക്ക് അയച്ചു, അല്ല 800 850 രൂപ എല്ലാ മാസവും എനിക്ക് അയച്ചു തരുന്ന 500 രൂപ എനിക്ക് റൂം റെൻറ്റ് കൊടുക്കണം. പോയിട്ട് 350 രൂപ, അല്ല 300 350 രൂപയിലാണ് ഒരു മാസത്തെ ചിലവ് നടക്കേണ്ടത്. അപ്പം അപ്പോൾ ആഹാരമൊക്കെ ഞാൻ ഇപ്പോഴും പറയാം, അമ്മച്ചിക്ക് അറിയാതെ രാവിലെ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ അത് ശീലമാക്കിയെടുത്തു. കോളേജ് ലൈഫിൽ ഒരു ചായ മാത്രം കുടിച്ചുകൊണ്ട് പോവും. ഉച്ചയ്ക്ക് നമ്മുടെ അന്ന് 22 വയസ്സുള്ള കാലമാണെന്ന് ഓർത്തോണം, 2 പൊറോട്ട, 3 4 കഴിക്കാനുള്ള വിശപ്പുണ്ട്, 2 പൊറോട്ട കഴിക്കും. കാരണം ക്യാഷ് നമ്മുടെ കയ്യിൽ വേണമല്ലോ, അല്ല നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കഴിച്ചാണ്. പിന്നെ വൈകിട്ട് ഞങ്ങളവിടെ തമിഴ്നാട് ഇഷ്ടം പോലെ മുരിങ്ങക്കായും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സാമ്പാറും കാര്യങ്ങളൊക്കെ ചോറൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കഴിക്കുക. ഞങ്ങൾ വെളിയും 6 പേര് കൂടി മുറിയെടുത്താണ് താമസം. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ MCAയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് ഇത്രയും ചീപ്പാകാനുള്ള കാരണം അഡ്മിഷൻ 2 സെമസ്റ്ററിലെ 12 പേപ്പർ 6 മാസം കൊണ്ട് പഠിച്ചെഴുതണമായിരുന്നു. അതുകൊണ്ടായിരുന്നു ആരും ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ. അതൊരു വളരെ ചലഞ്ചിങ് ആയിരുന്നു. അതുകൊണ്ട് ആരും ഇവിടെ എടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ലോണും എടുത്ത് ഇത് നമുക്ക് പ്രഷറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ്, അക്കൗണ്ടൻസി ഒന്നും ഞാൻ പഠിച്ചിട്ടുള്ളതല്ല. അപ്പോൾ അങ്ങനെ പല സബ്ജക്റ്റും വളരെ ഹാർഡായിരുന്നു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. 12ൽ 10 ആദ്യത്തെ ട്രിപ്പ് തന്നെ പാസ്സായി. അങ്ങനെ എല്ലാം ദൈവം അത്ഭുതകരമായി അവിടുന്ന് പഠിച്ചിറങ്ങുവാൻ സാധിച്ചു. പഠിച്ചിറങ്ങി ജോലി വേണമല്ലോ. അപ്പം ജോലിക്ക് ഇവൻ പ്രോജക്റ്റ്, അതിനിടയ്ക്ക് ഞങ്ങൾക്ക് ലാസ്റ്റ് സെമസ്റ്റർ പ്രോജക്റ്റ് വർക്ക്, അതിൽ നടന്നൊരു വളരെ ദൈവികമായൊരു അനുഭവം എനിക്ക് പറയാനുണ്ട്. ഞാൻ ബാംഗ്ലൂർ പ്രോജക്റ്റ് തപ്പി ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ബാംഗ്ലൂർ ഒരു പരിചയമില്ല. ആദ്യമായിട്ട് ഞാൻ ഈ റോഡിൽ നിന്ന് ബസ് എടുത്ത് അവിടെ പോയി ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയി ഇറങ്ങുന്നു. MG റോഡിൽ പറഞ്ഞ ഒരു ഞങ്ങളുടെ ഒരു സുഹൃത്തൊരു ലിസി ആൻറ്റി ഉണ്ട്, പറഞ്ഞ പ്രകാരം ആൻറ്റിയുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയതാണ് വിൻഡ്രോൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ. അപ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയോട് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി വളരെ തുച്ഛിച്ച് എല്ലാം പോയി അവിടെ ചെന്ന് ഇറങ്ങി. വളരെ പ്രതീക്ഷയോടുകൂടി ചെന്നപ്പോൾ പറയുന്നത്, ഞാൻ സോഫ്റ്റ്വെയറിലാണ് MCAക്കാർ പൊതുവെ ജോലി ചെയ്യുന്നത്. അപ്പം അവർ ഫുൾ ഹാർഡ്വെയറാണ്. എനിക്കതിന് വലിയ ഒന്നാമത് എനിക്കെല്ലാത്തിനും ഇങ്ങനെ ഈ ഹാർഡ്വെയറിലെ ടെക്നിക്കൽ അതിനോട് എനിക്ക് സ്കില്ലില്ല. അപ്പം ഇത്രയും പൈസ ഇല്ലാത്തടത്ത് പൈസയൊക്കെ മുടക്കി വന്നല്ലോ, അതിൻ്റെ ഒരു ക്ഷീണവും ഒരു ഡിസ്കറേജ്മെൻറ്റും ഒക്കെ ആയി. ഞാനങ്ങ് നന്നേ ക്ഷീണിതനായെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ അവിടെ എങ്ങാനും താഴെ വീഴുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടായിരുന്നു. അത്രമാത്രം ഞാൻ ക്ഷീണിതനാണ്. ഇപ്പം ഞാനിങ്ങനെ തിരിച്ചപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇവിടെ തന്നെയുള്ളൊരു മോളിയമ്മാമയും ചോദിച്ചതിനുണ്ട്. അവരൊന്ന് പോലെ ബാംഗ്ലൂർ മത്തിക്കര അടുത്ത് താമസിക്കുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമെന്നും പറഞ്ഞു. അപ്പം എനിക്ക് തിരിച്ചു പോകണം, ഇതൊന്നും സ്ഥലമൊന്നും പരിചയമില്ല. അപ്പം ഞാൻ ഒന്നാമത് വളരെ ക്ഷീണിച്ച് ഡിസ്കറേജ് ആയിട്ട് ഞാൻ നടന്നു പോകുമ്പോൾ എന്തോ ഒരു മനുഷ്യനോട് വഴി ചോദിക്കുകയാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിനോടൊരു കണ്ടിട്ടൊരു നല്ല പ്ലസൻറ്റ്, നല്ല വെളുത്ത് കൊടുത്തൊരു മനുഷ്യൻ, നല്ല വെൽ ഡ്രസ്ഡ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഇവിടുന്ന് എങ്ങനെയാണ് മജസ്റ്റിക്കിന് പോകുന്ന വഴി അറിയാമോ? പുള്ളി വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും മജസ്റ്റിക്കിനാണ് എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാവുന്ന ഇംഗ്ലീഷൊന്നും വലിയ വശമൊന്നുമില്ല, അറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അങ്ങനെ മേയേഴ്സ് ഹാളിൻ്റെ അങ്ങോട്ട് ഞങ്ങൾ MG റോഡിൻ്റെ അവിടെ നടന്നു പോകുന്നു. അപ്പോൾ മേയേഴ്സ് ഹാളിൽ നിന്നാണ് നമുക്ക് ബസ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത്രയും ക്ഷീണിച്ചിരിക്കുമ്പോഴേ ഞാൻ നോക്കുമ്പോൾ അവിടെ ബദാം മിൽക്ക് വിൽക്കുന്നുണ്ട്. എനിക്ക് ഒരെണ്ണം കുടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷേ പോക്കറ്റിൽ നോക്കുമ്പോൾ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമിച്ച് ഇങ്ങനെ പുള്ളിയോട് നമ്മൾ റെഗുലർ വർത്താനം പറയാം. അപ്പം നമ്മുടെ ഉള്ളിലെ
ആഗ്രഹം അറിയുന്നൊരു ദൈവം. എനിക്കത്രേ പറയാനുള്ളൂ. അദ്ദേഹം 2 ബദാം മിൽക്ക് അവിടുന്ന് മേടിച്ചു. ഒന്ന് എനിക്കും ഒന്ന് അദ്ദേഹത്തിനും. ഞാനത് കുടിച്ചു. കാരണം എനിക്ക് ചിലപ്പോൾ ഒരു പേടി വന്നു, ഇനിയും വല്ലോ എന്നാൽ കിഡ്നിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയം ഇനി അങ്ങനെ വല്ലതും ആണോ, ഇനിയും എനിക്ക് ക്ഷീണം നല്ലവണ്ണം ഉണ്ട്, വേണമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കുടിച്ചു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലെ പുഷ്പക് എന്ന് പറയുന്ന ഇച്ചിരി കോസ്റ്റ് കൂടിയൊരാ, എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടോയെന്ന്. 2 ടൈപ്പ് ബസ്സുണ്ട്. അപ്പോൾ ആ പുഷ്പകിലാണ് കയറിയത്. ഞാനിങ്ങനെ ദൈവമേ അതിനും വില കൂടുതലാണ്, എങ്ങനെ പേ ചെയ്യുമെന്നൊക്കെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട്. ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള വ്യക്തിയല്ല, അവിടെ വെച്ച് ജസ്റ്റ് വഴി ചോദിച്ചൊരു വ്യക്തി. അദ്ദേഹം എനിക്കും അദ്ദേഹത്തിനുള്ള ടിക്കറ്റ് എടുക്കുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചത് എനിക്കിതിന് മത്തിക്കരയാണ് പോകണ്ടേ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ. മജസ്റ്റിക്കിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ വ്യക്തി എന്നെ പുള്ളി മാംഗ്ലൂരിൽ നിന്ന് വന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥനാണ്. മാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് മാംഗ്ലൂരിന് പോകും അദ്ദേഹം, അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും തിരക്കുണ്ടായ വ്യക്തി മജസ്റ്റിക്കിൽ നിന്ന് കന്നഡയെ സംസാരിച്ച് മത്തിക്കരയുടെ ബസ് സ്റ്റോപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എന്നെയും കൊണ്ട് ആ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തിയെന്ന് മാത്രമല്ല, ബസ് അവിടെ ഉണ്ടായിരുന്ന ബസ്സിലെ കണ്ടക്ടറോടും ഡ്രൈവറോടും ഇത് പുതിയ ആണ്, ഇദ്ദേഹത്തെ മത്തിക്കരയിൽ എന്ന സ്റ്റോപ്പിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് പോവാനിടയായി. ഞാൻ പറയുന്നത് എനിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വേദനകൾ അറിയുന്നൊരു ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നിരുന്നവനായ ദൈവം, അത് വാസ്തവമായി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അങ്ങനെ ആണ് എൻ്റെ പ്രോജക്റ്റ്, എൻ്റെ ഒരു ജേർണി ഞാൻ പറയുന്നത്. എനിവേ, ലോങ് സ്റ്റോറി ഷോർട്ട്, അങ്ങനെ ദൈവം അവിടുന്ന് പാസ് ഔട്ട് ആവാൻ സഹായിച്ചു. അതിനുശേഷം 6 മാസം MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ ലെക്ചറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ ബോംബെയിലേക്ക് വണ്ടി കയറി. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ബോംബെയിൽ പൻവേലിൽ സുവിശേഷകനായി ജോലി ചെയ്യുമായിരുന്നു. അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറേ മാസങ്ങൾ താമസിച്ചു. 2 കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിപ്പിച്ചു. ബോസ്റ്റൺ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാബ്ന കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് ജോലി തപ്പിക്കൊണ്ടിരുന്നു. ഒരു IT പ്രൊഫഷണലായിട്ടുള്ളൊരു ജോലി തപ്പിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ജ്യേഷ്ഠൻ ഒരാളോട് പറഞ്ഞു, പരിചയമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ എൻ്റെ റെസ്യൂമേ കൊടുത്തു. ഇൻ്റർവ്യൂവിന് വിളിച്ചു. ദൈവകൃപയാൽ അത് ലഭിച്ചു. അതിനുശേഷം എന്നെ അത്ഭുതപ്പെടുന്നൊരു സംഭവം, അത്യാവശ്യം ഒത്തിരി എംപ്ലോയീസ് ഉണ്ടായിരുന്ന എന്നെക്കാളിലൊക്കെ എക്സ്പീരിയൻസ്, എനിക്ക് യാതൊരു എക്സ്പീരിയൻസും ഇല്ല, പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇരിക്കെ അവരെ എല്ലാം തഴഞ്ഞുകൊണ്ട് ബാങ്ക് ഓഫ് അമേരിക്ക നരിമാൻ പോയിലെ ഒരു പ്രോജക്റ്റിൽ എൻ്റെ ബോസ് എന്നെ വിടുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി. അവിടെ അവരുടെ HR ഓട്ടോമേഷനായിരുന്നു പ്രോജക്റ്റ്. എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. കാരണം ഒന്നാമത് ലാംഗ്വേജിനെ കുറിച്ച് തന്നെ ഒരു ഭയമുണ്ട്. 2, ഇത് പ്രൊഫഷണൽ ആൾക്കാരാണ്. അത് അന്നത്തെ കാലത്ത് 2-3 ലക്ഷം ജോലി ശമ്പളം മേടിക്കുന്നവരാ അവിടെ ഉള്ളവരല്ല. വെൽ ഹൈഫൈ ആൾക്കാർ. അവിടെ നരിമാമ്പോയിൽ എക്സ്പ്രസ് ടവർ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പം ഉള്ളിൽ ഭയമുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. അതിൻ്റെ കംപ്ലീറ്റ് റിക്വയർമെൻറ്റ്സും ഡോക്യുമെൻറ്റേഷൻ എല്ലാം ചെയ്ത് അത് ആ ഡോക്യുമെൻ്റ് ഞാൻ എൻ്റെ കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ എൻ്റെ ബോസ് പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കമ്പനിയുള്ളവർ, യു ഓൾ നീഡ് ടു ഫോളോ ദിസ് ഈസ് സച്ച് എ നൈസ് ഡോക്യുമെൻ്റ് ആൻഡ് ഫോളോ ദ സെയിം സ്റ്റാൻഡേർഡ്. കാരണം എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമൊന്നും അല്ല, എന്നെ അയച്ചത് ദൈവമാണ്. അപ്പം അങ്ങനെ അവിടെ 2 വർഷം ജോലി പൂർത്തീകരിച്ചതിന് ശേഷം തിരിച്ച് ബാംഗ്ലൂർ വരണം. അപ്പം ബോംബെയിൽ നിന്ന് ബോംബെയിലാകുമെന്ന് ഇവിടെ നാട്ടിൽ വരണമെങ്കിലൊക്കെ ഒത്തിരി സമയമെടുക്കുമല്ലോ. എന്നാൽ ബാംഗ്ലൂർ വരണം എന്ന് ഉദ്ദേശിച്ച് പല ജോലിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ വിപ്രോയിൽ ഒരു ജോലിയൊക്കെ സെലക്റ്റഡായി. ഏകദേശം എൻ്റെ കമ്പനി ഞാൻ റെസിഗ്നേഷൻ കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് വിപ്രോയിൽ നിന്ന് HR മാനേജർ വിളിച്ച് പറയുന്നു, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ, എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, ഈ ബാച്ചിലെ റിക്രൂട്ട്മെൻ്റ് എല്ലാം ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്, അതുകൊണ്ട്
റെസിഗ്നേഷൻ ഇപ്പം കറണ്ട് കമ്പനി കൊടുത്തില്ലെങ്കിൽ കൊടുക്കരുത് എന്ന് പറയാനാണ് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് വളരെ അത് കഴിഞ്ഞിട്ട് നേരെ അപ്പോൾ അതിനൊരു ദിവസം മുമ്പ് ഞാൻ പൻവേലിലൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു, മാർത്തോമാ സഭയുടെ ഉണ്ടല്ലോ. അപ്പം ആ കൺവെൻഷന് ഞാൻ പോകുമ്പോൾ അവിടെ ആ അച്ഛൻ്റെ പേരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അച്ഛൻ അവിടെ ഞാനിങ്ങനെ ഇരിക്കുവാണ്. അച്ഛൻ പ്രസംഗത്തിന് പെട്ടെന്നൊരു വാചകം പറഞ്ഞു, നിൻ്റേതല്ലാത്ത എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കണം, അതല്ലെങ്കിൽ നിൻ്റെ അനുഗ്രഹത്തിന് തടസ്സമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ബുക്ക് വന്നു. കാരണം ഞാൻ ബാംഗ്ലൂർ പ്രോജക്റ്റ് ചെയ്തപ്പം അവിടെ വളരെ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പം ആ കമ്പനി ഞങ്ങളെ എടുക്കും, അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു. അവസാനം അവർ എടുക്കില്ല എന്ന് വന്നപ്പോൾ എൻ്റെ ഉള്ളിലൊരു, നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, എൻ്റെ ഉള്ളൊരു നീരസവും അല്പം ദേഷ്യമൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതൊരു നല്ലൊരു അമേരിക്കൻ ബുക്കായിരുന്നു, വിഷ്വൽ ബേസിക്കിൻ്റെ. അപ്പോൾ ആ ബുക്ക് ഞാൻ കീപ്പ് ചെയ്തു, തിരിച്ചു കൊടുത്തില്ല. അപ്പം പെട്ടെന്ന് ഈ ബുക്കാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. ദൈവാത്മാ എന്നോട് സംസാരിച്ചത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ പക്ഷേ ഞാൻ ഓൾറെഡി ആ ബുക്ക് എൻ്റെ വേറൊരു സുഹൃത്തിന് കൊടുത്തു, അതങ്ങനെ വേറൊരു വഴിക്ക് പോയി. അപ്പോൾ എനിക്ക് ആ ബുക്കിൻ്റെ ഒരു ഏകദേശം പ്രൈസ് അറിയാമായിരുന്നു. ഞാൻ അതിൻ്റെ പ്രൈസിനെക്കാട്ടി ഒരു 100 രൂപ അങ്ങോട്ട് കൂട്ടി ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് ഒരു ലെറ്റർ എഴുതി അവിടുത്തെ HR മാനേജറിന് പോസ്റ്റ് ചെയ്തു. അതിൻ്റെ തലേ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അതുകൂടാതെ ഒരു ഇമെയിൽ അയച്ചു. അപ്പോൾ പുള്ളിക്കാരി ഫിലോമിന എന്നാണ് അസിസ്റ്റൻ്റ് HR മാനേജറിൻ്റെ പേര്, ഇന്ന് ഞാൻ ഓർക്കുന്നു. ലെറ്റർ അതിനൊരു മറുപടി അയച്ചു, സുഭാഷ്, നോബഡി എവർ ഡിഡ് ദിസ് ആൻഡ് ഐ അപ്രീഷിയേറ്റ് യുവർ ഇൻറ്റഗ്രിറ്റി. സോ അങ്ങനെ ദൈവം അവിടെ നമ്മളോടൊരു ചെറിയ കാര്യം പറയുമ്പോൾ അത് നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്, ഉടനെ അനുസരിക്കുക. ഡിലേഡ് ഒബീഡിയൻസ് ഈസ് ഡിസൊബീഡിയൻസ് എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസമാണ് ഇങ്ങനെ ഈ കോള് വരുന്നതും. അങ്ങനെ വളരെ ഭാരപ്പെട്ട് ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക്, ഞങ്ങൾ ഡോംബിവലിയിലാണ് താമസിക്കുന്നത്, നടന്നു വരുമ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തെ നെയ്ബറിങ് അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സിൽ എൻ്റെ ഒരു കോവർക്കർ ജോലി ചെയ്യുന്നു, തമിഴൻ. അപ്പോൾ അദ്ദേഹം ഈ ട്രാഷ്, അതായത് വേസ്റ്റ് എല്ലാം കൂടെ ഇടാനായിട്ട് അങ്ങോട്ട് അവിടെ ഒരു ബിന്നുണ്ട്, അവിടോട്ട് ഇടാനായിട്ട് ഇറങ്ങി വരും, എന്നെ കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സുഭാഷിനെ വിളിക്കാനിരിക്കുമായിരുന്നു. നാളെ പൂനെയിലൊരു US ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ പോവുക നാളെ രാവിലെ, നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ, എനിക്കതുവരെയും US പോകണമെന്നൊരു താല്പര്യമൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ് ടു മീ ടുഡേ. എൻ്റെ ജോലി ഇങ്ങനെ, ഞാൻ വിപ്രോയിൽ പോകാനായിട്ടെല്ലാം ബാംഗ്ലൂരിന് പോകാൻ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു, പക്ഷേങ്കിൽ അത് പോയി. മേ ബി ഗോഡ് ഹാസ് എ ഡിഫറെൻറ്റ് പ്ലാൻ, ദൈവത്തിന് വേറൊരു പദ്ധതി ഉണ്ടായിരിക്കും. എനിവേ ഞാനിവിടെ നിൻ്റെ കൂട്ടിൽ നിന്ന് വരാം. യാതൊന്നും പ്രിപ്പയർ ചെയ്യാതെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി അവിടെ ചെന്ന് റിട്ടേൺ ടെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് അവർ ഇൻ്റർവ്യൂവിന് നിൽക്കുവാൻ പറഞ്ഞു. അത് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ബോംബെയിൽ നിന്ന് വന്നതല്ലേ, ഒരു 2 മണിക്കൂടെ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവരെന്നെ അകത്ത് വിളിച്ച് ചോദിച്ചു, ഹൗ മച്ച് സാലറി യു ആർ എക്സ്പെക്റ്റിംഗ്, യു വാണ്ട് ടു ഗീവ് എൻ ഓഫർ. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഐഡിയയുമില്ല സത്യം പറഞ്ഞ സാലറി ചോദിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ട് പോയൊരു ഫിഗർ എൻ്റെ ഓർമ്മയിലുണ്ട്, ഞാൻ അതിനോട് അടുപ്പിച്ച് പറഞ്ഞു, നോ വി ക്യാൻ ഗീവ് വേ മോർ ദാൻ ദാറ്റ്, അതിൽ കൂടുതൽ ഞങ്ങൾക്ക് തരാൻ കഴിയുമെന്ന് പറഞ്ഞു. ഓക്കെ, സോ അവർ അത് ഓഫർ തന്നു. വിതിൻ 2 months ദൈവം എന്നെ അമേരിക്കയിൽ കൊണ്ടുവന്നു. 5 നയാ പൈസ ആർക്കും കൊടുക്കാതെ എൻ്റെ അക്കോമഡേഷനും എൻ്റെ ഫ്ലൈറ്റ് ചാർജും എൻ്റെ വിസയുടെ ചാർജും, ഈവൻ ഞാൻ പൂനെയിൽ നിന്ന് തിരിച്ചു പോയപ്പോൾ അന്നേരം അവർ 500 രൂപ എൻ്റെ കയ്യിൽ തന്നു, അങ്ങോട്ട് വന്നതും പോകാനുള്ള ചാർജ് എന്നും മീൻസ് എക്സ്പെൻസ് എന്നും പറഞ്ഞു. വളരെ ആ കമ്പനിയിൽ വന്നിട്ട് പലരും അവരെ ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് കേസ് വരെ കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും എന്നെ ദൈവം അവിടെ
യാതൊരു പ്രയാസവും കൂടാതെ ഒരു വളരെ നല്ല രീതിയിൽ അവരെ ടേക്ക് കെയർ ചെയ്ത് അവിടെ എന്നെ ന്യൂജേഴ്സിയിൽ കൊണ്ടുചെല്ലുവാനും, അന്ന് 2000-ലാണ് ഞാൻ അവിടെ ചെന്ന് ഇന്നിപ്പം 2024 ഇത്രയും വർഷം അന്ന് H1 വിസയിൽ പോയി. ഒരു പെട്ടി മാത്രമായിട്ടാണ് ഞാൻ പോയത്. കാരണം എനിക്കെന്നും ഒരു ലോ കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയാണ്. കാരണം എങ്ങനെയെങ്കിലും അവിടെ ചെന്നും ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ എന്നെക്കാട്ടി മിടുക്കരായ ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ വരുന്ന എനിക്കറിയാം. പക്ഷെ അവിടെയും ദൈവം ഒരു കുറവും വരുത്തിയില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. ഡച്ച് ബാങ്കിൽ അന്നത്തെ വേൾഡ് ട്രേഡ്സ് നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ എനിക്കൊരു പ്രോജക്റ്റ് ലഭിച്ചു. എന്നാൽ എന്നെക്കാട്ടി മിടുക്കരായ പലരും മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണ് അവർക്കൊന്നൊരു ജോലി ലഭിക്കുന്നത്. ദൈവം എത്ര വിശ്വസ്തനാണ്. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ മിടുക്കോ സാമർഥ്യമൊന്നും അല്ല. ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഒരുവൻ്റെ മേൽ ദൃഷ്ടി വെച്ചാൽ അവൻ്റെ ഗമനവും ആഗമനവും ഞാൻ സ്ഥിരമാക്കുന്നു. വളരെ നല്ല പ്രോജക്റ്റും നല്ല പ്രോജക്റ്റ് മാനേജേഴ്സും ഒക്കെ ആയിരുന്നു. വളരെ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ആ പ്രോജക്റ്റ് അവർ അബാൻഡൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കൺസൾട്ടൻ്റായിട്ടാണ് സാധാരണ ഈ H1 വിസയിൽ ജോലി ചെയ്യുന്നവരൊക്കെ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ പ്രോജക്റ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറെ ജോലി നോക്കണം. അപ്പോൾ അതൊരു വലിയ പ്രയാസകരമായൊരു സംഭവമായിട്ട് തോന്നി. ദൈവമേ, ഒരു ജോലി അങ്ങോട്ട് തുടങ്ങിയ ഉടനെ 4 മാസം കൊണ്ട് അത് തീരുക. അന്നേരത്തേക്കിനൊരു റിസഷൻ്റെ ഒരു ആരംഭമായി. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ അറിയാം, പഴയ പ്രായമുള്ളവർക്കറിയാം, 2001 പൂർണ്ണമായ റിസഷനായിരുന്നു അപ്പം അമേരിക്കയിലൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ബിഗിനിങ്ങുമാണ് എങ്ങനെ മുൻപോട്ട് പോകും. അപ്പോൾ ഓൾറെഡി ഞാൻ റൂമൊക്കെ സ്വന്തമായിട്ടെടുത്തു, കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് മാനേജ് ചെയ്യണം. എനിവേ ദൈവ അത്ഭുതകരം എന്ന് പറയട്ടെ. അങ്ങനെ അന്നേരം ഇതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിങ്ങനെ ദൈവത്തോട് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, നീ എൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ കമ്പനി പല സീനിയേഴ്സ് ഇരിക്കെ എന്നെ ഒരു ലോക്കൽ അവിടെ ന്യൂജേഴ്സിയിൽ ബ്രാമോസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലോക്കൽ സ്ഥലത്ത് ഒരു പ്രോജക്റ്റിന് എന്നെ തന്നെ വിടുകയാണ്. അത് ചെന്ന് ടേക്ക് ഓവർ ചെയ്യുകയെന്ന്, മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. എനിക്കറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ അത്ഭുതമായ കാര്യം. എനിക്കങ്ങനെ വലിയ അത്ര കഴിവുകളൊന്നുള്ള വ്യക്തിയൊന്നുമല്ല. അപ്പോൾ എനിവേ പോയി അവർക്ക് ഇൻ്റർവ്യൂ ചെയ്ത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ജോലി അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് വേറെ 4 പേരെ കൂടെ കൊണ്ടുവരാൻ, അതുപോലെ മറ്റൊരാളെ അവിടെ ജോലിക്ക് റെഫർ ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചു. അപ്പം ആ കമ്പനിയിൽ ഏകദേശം 5 വർഷത്തോളം ദൈവം ജോലി ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ റിസഷൻ്റെ സമയത്ത് ഈ ഞങ്ങളെ കൊണ്ടുവന്നപ്പോൾ ഏകദേശം കമ്പനി 125-135 പേരോളം ഉണ്ട്. എന്നാൽ പലരും ജോലി കിട്ടാതെ തിരിച്ച് മടങ്ങിപ്പോയ സ്ഥാനത്ത് ദൈവം എന്നെ അത്ഭുതകരമായി ഒരിടത്ത് ജോലിയിൽ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്ത കമ്പനി എന്നെ ഹയർ ചെയ്യാനിടയായി. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ അത് മെയിനായിട്ടൊരു കാര്യം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊക്കെയും ചിലപ്പോൾ ജീവിതത്തിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ആണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമുക്ക് വളരെ ഡിസ്കറേജ്മെൻറ്റും ഡിസപ്പോയിൻമെൻറ്റും ഒക്കെ വരാൻ വളരെ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കും, ദൈവം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? പക്ഷേ നമുക്കത് അന്നേരം മനസ്സിലാവില്ല. അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവം എന്നെ മുന്നമേ രക്ഷിക്കുവാൻ വേണ്ടി ഒരുക്കിയ ഒരു മാറ്റമായിരുന്നു അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2011 സെപ്റ്റംബർ മാസം 9/11 അറ്റാക്കിൽ വേൾഡ് ട്രേഡ് സെൻ്റർ 2 തകർന്നു വീഴുന്നത്. അപ്പോൾ ഞാൻ എന്നും ഈ ഏകദേശം ഒരു 8:45-നും 9-നും ഇടയ്ക്കാണ് അവിടെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ അടിയിൽ പാത്ത് ട്രെയിനിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എൻ്റെ നല്ല പ്രോജക്റ്റായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് പോയിരുന്നെങ്കിൽ ഞാൻ അന്ന് അവിടെ ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ എൻ്റെ ജീവിതം അവിടെ തീർന്നേനെ. അപ്പം ദൈവം മുന്നമേ അറിയുന്നൊരു ദൈവമാണ്. നമുക്കൊരു പക്ഷേ അതന്നേരം മനസ്സിലാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഡിസ്കറേജ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു, അല്ലെ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ ഇങ്ങനെ വരുന്നു എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്,
ദൈവത്തിനൊരു വലിയ പ്ലാനും പദ്ധതിയും നമ്മൾ ഓരോരുത്തരെക്കുറിച്ചുമുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെയൊക്കെയും DNA എല്ലാം യുണീക്കാണ്. നമ്മുടെ ഐ സ്കാൻ യുണീക്കാണ്. നമ്മളാരും നമ്മുടെ മാതാപിതാക്കളെ പോലെ ശരി കുറച്ച് സ്വഭാവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം വളരെ യുണീക്കാണ്. അതുകൊണ്ട് ആരെയും നമ്മൾ തുച്ഛീകരിക്കല്ല. അതായത് നമ്മളൊരു വില കുറച്ച് ഒരു വ്യക്തിയെ പോലും കാണുക. അത് നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ പലപ്പോഴും ജോലിയൊക്കെ അനുസരിച്ചല്ലേ വീടിൻ്റെ സാഹചര്യമൊക്കെ അനുസരിച്ച് നമ്മൾ ആൾക്കാരെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം സഹായം ആരിൽ നിന്നും ലഭിക്കാം. അത് സാമ്പത്തികമായ സഹായമല്ല. പക്ഷേ ഒരു സമയത്തൊരു അപകടം അല്ലെങ്കിൽ ഒരു വണ്ടി നമ്മളൊരു അറിയാത്തൊരു സ്ഥലത്ത് പോയി, അപ്പോൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ നമ്മളൊരിക്കലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു അറിയാത്ത ആൾ വന്ന് എൻ്റെ എനിക്കിത് ടയറൊന്നും ചേഞ്ച് ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അങ്ങനത്തെ സ്കില്ലില്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ വന്ന് 5 പൈസ പോലും മേടിക്കാതെ അത് വന്നു കണ്ട് വണ്ടി നിർത്തി ടയറെല്ലാം മാറ്റി തന്നിട്ട് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെയും വില കുറച്ച് കാണരുത്. കാരണം ദൈവസന്നിധിയിൽ എല്ലാവരും കറുത്തവനെന്നോ വെളുത്തവനെന്നോ അല്ലെങ്കിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ പണമുള്ളവനല്ലെങ്കിൽ പണമില്ലാത്തവൻ, ഇതൊന്നും വ്യത്യാസമില്ല. ദൈവം എല്ലാവരെയും ഒരേപോലെ സൃഷ്ടിച്ചൊരു ദൈവമാണ്. അതുകൊണ്ട് അതാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. അങ്ങനെ അവിടെ ജീവിതം ആരംഭിച്ചു. ദൈവകൃപയാൽ 2002 ഞാൻ കല്യാണം കഴിക്കുന്നു. എൻ്റെ പത്നി പ്രറ്റിയുടെ പിതാവ് രാജസ്ഥാനിലൊരു മിഷണറി ആയിരുന്നു. അങ്ങനെ ആലോചന തന്നെ വന്നത്, ഞാൻ ഒരു ഗോസ്ബൽ മീറ്റിങ്ങിൽ എൻ്റെ സാക്ഷ്യം നമ്മുടെ നവജീവോദയത്തിലെ ജോർജ് റിയാൻ സാർ അവിടെ മീറ്റിങ്ങിന് വന്നപ്പം 2ാം ദിവസം ശനിയാഴ്ച എന്നോട് പറഞ്ഞു, സുഭാഷിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പ്രസംഗിക്കാം. സുഭാഷ് കുറച്ച് നേരം സാക്ഷ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ വേണ്ട, അല്ലല്ല പറയണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പ്രറ്റിയുടെ ആൻറ്റി അവിടെ ഇരുന്ന് സാക്ഷ്യം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആലോചന വരുന്നതും പിന്നീടത് ഞങ്ങൾ അങ്ങനെ അവിടെ വെച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ജനുവരി 2002 ജനുവരിയിലൂടെ ഞങ്ങൾ കല്യാണം കഴിച്ചു. 3 കുട്ടികൾ, ജോഷുവ, അബിഗേൽ, ഹാന. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഇനി ഒരു അനുഭവം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ദൈവം ഒരുവൻ്റെ മേൽ ദൃഷ്ടി വെച്ചാൽ അവൻ്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന് നമ്മളെ കൊണ്ടൊരു ഉദ്ദേശമുണ്ടെങ്കിൽ നമ്മൾ വഴി മാറിപ്പോകാൻ ശ്രമിച്ചാൽ വീണ്ടും നമ്മളെ മടക്കി വരുന്നൊരു ദൈവം കൂടിയാണ് നമ്മുടെ ദൈവം. അവിടെ ചെന്ന് കൂട്ടുകാരായി ആസ് യൂഷ്വൽ. ശരിയാ, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, തീഷ്ണതയുണ്ട്, എല്ലാം ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകും, കാര്യങ്ങളെല്ലാം ചെയ്യും. എന്നാൽ ഒരു അല്പം ഒരു ലോകത്തിൻ്റേതായ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിപ്പാനും ഒക്കെയുള്ള ഒരു ശ്രമം. അങ്ങനെ വന്നപ്പോൾ അച്ചാനും അമ്മച്ചിയാണ്. അപ്പം ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അങ്ങനെ അമ്മച്ചിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതിനുശേഷം എൻ്റെ പ്രിയ മാതാവും പിതാവും 2 തവണ അമേരിക്ക വരുവാൻ ദൈവം കൃപ ചെയ്തു. ഞാൻ ആദ്യത്തെ തവണ വന്നപ്പോൾ എനിക്കൊന്ന് അമേരിക്കയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അവരെ കൊണ്ടുപോയി. അതിൻ്റെ ഒരു ആഗ്രഹവും താല്പര്യമായിരുന്നു അവരെല്ലാവരും കാണുവാൻ. അങ്ങനെ ദൈവം കൃപ ചെയ്തു. അപ്പോൾ അച്ചാൻ അവിടെ ഉണ്ടായിരുന്നപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ എല്ലാം എനിക്ക് ഇഷ്ടമാണ്, നിങ്ങളുടെ ആത്മീയ താല്പര്യങ്ങളൊക്കെ, എന്നാൽ രാവിലെ എണീറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞാൻ കാണാം. കാരണം എൻ്റെ വൈഫ് രജിസ്റ്റേർഡ് നേഴ്സാണ്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ അന്നത്തേക്ക് ജോലിക്ക് പോകാനുള്ള സമയം. അപ്പം പെട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ചാ ഈ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതൊന്നും നടക്കത്തില്ല എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും ദൈവം അത് പ്രാവർത്തികമാക്കി. കാരണം എൻ്റെ 2ാമത്തെ മോള്, മൂത്തത് മോനാണ് ജോഷുവ, 2ാമത്തെ മോന് 2006 2ാമത്തെ മോള് ഉണ്ടാകുന്ന സമയത്ത് എൻ്റെ H1 വിസ കാലാവധി തീർന്നു. അപ്പം തീരുന്ന സമയമാണ്. അപ്പം ഞങ്ങളൊരു വീട് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ഒരു സാഹചര്യം. പ്രട്ടി മാത്രമാണ് ജോലി ചെയ്യുന്നത്. ആ സമയത്ത് ആ പ്രട്ടി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അന്നേരം തന്നെ അല്പം ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് ഏതാനും ആഴ്ചകളും ഭയങ്കര വയറായിരുന്നു. അപ്പം ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഇത് വെച്ച് അന്ന് മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിലാണ് ജോലി ചെയ്യുന്നത്. അതായത് ഭയങ്കര ഹെവി ലിഫ്റ്റിങ്ങും വളരെ പാടുള്ളൊരു ജോലിയാണത്. അപ്പം അതുകൊണ്ട് ഡിസബിലിറ്റി ആയി. അപ്പം ഡിസബിലിറ്റിക്ക് അവിടെ വളരെ തുച്ഛമായ തുകയെ കിട്ടത്തുള്ളൂ. അപ്പം എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, പെട്ടിക്കും തുച്ഛമായ ശമ്പളം, വീടിൻ്റെ മോർഗേജ് അടയ്ക്കണം, ഇതെല്ലാം ഉണ്ട്. അതൊരു വശം. അങ്ങനെ ഇരിക്കെ എനിക്കൊരു 3 മാസത്തെ, അപ്പോൾ എനിക്കൊരു 6 മാസം കൂടെ വിസ ഉണ്ട്. അപ്പോൾ ആ സമയത്തൊന്ന് 6 മാസത്തെ വിസ ഉള്ളപ്പോൾ ആരും അങ്ങനെ പ്രോജക്റ്റ് ഒന്നും തരത്തില്ല. ഇനി 3 മാസം ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ അതെടുത്തു, കാരണം പൈസ വേണമല്ലോ. അപ്പോൾ അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു 20th വീക്കിലെ അൾട്രാസൗണ്ടിന് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ ഉടനെ എന്നെയും കാണണമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നു. എനിക്ക് ആ 3 മാസം ജോലി ചെയ്യാണ്ട്, അത് ജോലിയിൽ ഞാൻ യൂണിവേഴ്സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടത് പറ്റത്തില്ല അങ്ങനെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഫ്രണ്ടിനെ കൂട്ടിയാണ് പോയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറേ പ്രോബ്ലംസ് പറഞ്ഞു കുഞ്ഞിന്. ആദ്യം പറഞ്ഞത് ഈ കുഞ്ഞ് മന്ദബുദ്ധിയായിരിക്കും, 2 ഹാർട്ടിനും കിഡ്നിക്കും തകരാറുണ്ട്, കേൾവി കാണുമെന്ന് തോന്നുന്നില്ല, കുറേ കാര്യങ്ങൾ, ഫുൾ ബോഡിയുടെ ഫങ്ഷൻ, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നെയും കൂടെ അതിനാണ് വിളിപ്പിച്ചിട്ട് അവർക്ക് അങ്ങനെ കൗൺസിലിംഗ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് അവിടുത്തെ രീതിയിൽ അത് മാൽ പ്രാക്ടീസിനൊക്കെ അല്ലെ ആൾക്കാർ അവിടുത്തെ ജനങ്ങൾ സൂ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളോട് ചോദിച്ചു, ഡു യു റിയലി വാണ്ട് ദിസ് ചൈൽഡ്? അപ്പം നമുക്കധികം ആലോചിക്കേണ്ട വന്നില്ല. ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഹാർട്ട് ബ്രേക്കിംഗ്. ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞു, വി ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് വി നോ ദാറ്റ് എവറി ചൈൽഡ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ഓരോ ശിശുവും ദൈവത്തിൻ്റെ ദാനം. അതുകൊണ്ട് എന്ന് പറഞ്ഞ ആ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അബോർഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഇറ്റ് വാസ് ടഫ്. അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞങ്ങളന്നൊരു എല്ലാ വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ പോയില്ല, കാരണം ബ്രിട്ടിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിന് പ്രയാസം. അപ്പം ഞങ്ങൾ പോയില്ല. എന്നാലും വീട്ടിലിരുന്നിട്ടും ഒരു ബുദ്ധിമുട്ട്. അപ്പം പ്രാർത്ഥന തീരുന്ന സമയം ഞങ്ങൾക്കറിയാം, ഒരു ഏകദേശം 9:30 വൈകിട്ട്. അപ്പം ആ സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കുറേ അങ്കിളുമാരും ഒക്കെ അവിടെ ഇരിക്കും, ആൻറ്റിമാരും ഒക്കെ ഇരിക്കും. അവരെല്ലാം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുന്നു. അവിടെ ഞങ്ങൾ ഈ വിഷയം പറയുന്നു. അവിടെ ഇരുന്ന മുഴുവൻ പേരും, തമ്പാച്ചായൻ, ജോയിച്ചായൻ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, കുഞ്ഞുമോനങ്കിൾ, ഇവരെല്ലാവരും ആൻറ്റിമാർ, അവരെല്ലാവരും, എൻ്റെ പറ്റിയുടെ കസിൻ ജയ, ഹസ്ബൻഡ്, അങ്ങനെ എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് എൻ്റെ മാതാപിതാക്കൾ അവരോടൊക്കെ പറഞ്ഞു. അവരും എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാ ആഴ്ചയിലും അൾട്രാസൗണ്ട് പോകണം. അങ്ങനെ, കാരണം ഇത് ഒത്തിരി ഹൈ റിസ്ക്കാണ്. അവർ പല അമ്നിയോസിന്തസിസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അവസാനം 24ാമത്തെ ആഴ്ചയാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഡോക്ടറെ മാറി. കാരണം ഡോക്ടർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാത്രി 11 മണിക്ക് വിളിച്ചു, ഹൗ ഡു യു സ്ലീപ്പ്? ഞങ്ങൾ പറഞ്ഞു, പ്രറ്റി പറഞ്ഞു, വി ബിലീവ് ഇൻ ഗോഡ്, വി ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് വി ഹാവ് നോ പ്രോബ്ലം ഇൻ സ്ലീപ്പിംഗ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഡോക്ടറെ മാറി. ആ മറ്റേ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ മാറുന്നൊന്നും അത്ര ഈസിയല്ല അവിടുത്തെ സാഹചര്യത്തിൽ, ആരും അങ്ങനെ എടുക്കാറില്ല. അവിടെ ഒരു ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. വിളിച്ചപ്പോൾ അവർക്ക് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ 24 ആഴ്ച പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. എന്നിട്ടാണ് അപ്പോയിൻമെൻറ്റ് തന്നത്. അവിടെ ചെന്ന്, യു ആർ ഓൾറെഡി ദിസ് മച്ച്, വി ഡിഡ്ന്റ് നോ ദാറ്റ്. അപ്പം പക്ഷേ അങ്ങനെ അപ്പോയിൻമെൻറ്റ് തന്നാൽ പിന്നെ അവർക്ക് നോ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ അവരോട് ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം, ഞങ്ങളതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ദിസ് ബേബി ആസ് എ നോർമൽ, വാട്ട് എവർ യു ഡു നോർമൽ, യു ഡു ഇറ്റ്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ റിക്വസ്റ്റ്. അപ്പം അങ്ങനെ അവൾ ഉണ്ടായി. ദൈവകൃപയാൽ ഈ പറഞ്ഞ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ഉണ്ടായപ്പോൾ അവൾക്ക്
ഒരു ചെവിക്ക് കേൾക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഹാർട്ടിന് ഇച്ചിരി മർമ്മറുണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ ഒരു കിഡ്നി ഗ്രാജുവലി ഡിസോൾവ് ആകുമെന്ന് പറഞ്ഞു. എനിവേ പിന്നീട് ഒരു വർഷത്തെ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ചെവിയുടെ കേൾവി അത് തന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് അടുത്ത ഇതിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നോർമലാണെന്ന് പറഞ്ഞു. ഹാർട്ട് മർമറിൻ്റെ ഒരു 1 ഇയർ ലാസ്റ്റ് ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ യു ഡോണ്ട് ഈവൻ നീഡ് ടു കം, എവറിത്തിങ് ഈസ് പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് പറഞ്ഞു. കിഡ്നി ശരിയാണ്, അവൾക്ക് ഒരു കിഡ്നി ഡിസോൾവ് ആയിപ്പോയി, ഒരു കിഡ്നിയേ ഉള്ളൂ. അതിനാൽ ഞാനൊരു കാര്യം പറയട്ടെ, മന്ദബുദ്ധി എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവൾക്ക് അബിഗേൽ എന്ന് പേരിടാൻ കാര്യം. ഞങ്ങളത് ഉണ്ടാകുന്നതിന് മുമ്പേ പ്രാർത്ഥിച്ചെടുത്ത പേരാണ്. ഇന്ന് അവൾ പഠിത്തത്തിൽ, ഞാൻ പുകഴ്ത്തി പറയല്ല, ദൈവത്തിൻ്റെ കൃപ പറയാൻ വേണ്ടിയാണ്, എല്ലാത്തിലും എയിലും A+ലും നല്ല സ്കോറിൽ മാർക്ക് വാങ്ങി ഇപ്പം 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല ബുദ്ധിമതിയായിട്ട് നിൽപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അങ്ങനെ വളരെയധികം ദൈവകൃപ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്നാരെങ്കിലും വിശ്വാസത്തിൽ പതറി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംശയിച്ചുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ, അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. അതുകൊണ്ട് അവനത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നടക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഹബക്കൂക്കിൻ്റെ ലേഖനത്തെ അന്ന് പറയുന്ന പോലെ ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് അതിൻ്റെ സമയമാകുമ്പോൾ മടങ്ങി വരും. വേറൊരു ബൈബിൾ വചനം പറയുന്നു, നിൻ്റെ അപ്പത്തിനെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാളുകൾ കഴിഞ്ഞ് അത് തിരികെ വരും. അതുകൊണ്ട് നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മളെ കണ്ടതുകൊണ്ടാണ് നമ്മളിന്ന് കർത്താവിനെ അറിയുവാൻ പോലും ഇടയായത്. അതുകൊണ്ട് ഒരിക്കലും നമ്മളാരും വിശ്വാസത്തിൽ പതറിപ്പോകരുത്. ദൈവം നമ്മളെ വഴി നടത്തും. ഇന്നും ഞങ്ങളെ ദൈവം അതിശയകരമായി വഴി നടത്തുന്നു. ദൈവം ഞങ്ങളൊരിടത്ത് കൂടാരമടിച്ച് താമസിക്കണമെന്നുള്ള ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്. ഞങ്ങളിന്ന് 8ാമത്തെ സ്ഥലത്താണ് താമസിക്കുന്നത്. 4 വർഷം കൊണ്ട് ഞങ്ങൾ 8 സ്ഥലം മാറി ന്യൂജേഴ്സി തന്നെ. ഏകദേശം അബ്രഹാം കൂടാരമടിച്ച് പോകുന്ന പോലെയാണല്ലോ എന്ന് ചിലരെങ്കിലും ഞങ്ങളുടെ വിശ്വാസിക സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഞങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായി ദൈവഹിതത്തിന് വിധേയപ്പെടുക. നമ്മൾ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡല്ല നമ്മുടെ സ്റ്റാൻഡേർഡ്. ദൈവം പറയുന്നിടത്ത് പറയുക, ദൈവം പോകാൻ പറയുന്നിടത്ത് പോവുക, ദൈവം ചെയ്യുവാൻ പറയുന്നത് ചെയ്യുക. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഒരു പൂർണ്ണമായ ആശ്രയത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈവൻ തെറ്റിയാലും നമ്മളെ വീണ്ടെടുത്തുകൊണ്ട്, ദാവീദിൻ്റെ അടുത്ത് നാഥാൻ പ്രവാചകനെ വിട്ടപ്പോൾ ദാവീദിനുള്ളൊരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞത്, തീർച്ചയായിട്ടും ദാവീദ് ആ കുറ്റം ഉടനെ മനസ്സിലാക്കി ഏറ്റുപറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ വീണാലും നമുക്ക് എഴുന്നേൽക്കുവാൻ ദൈവം അവസരം തരും ദൈവമാണ്. നമ്മളത് അംഗീകരിക്കുക. തെറ്റ് പറ്റിപ്പോയി, കർത്താവേ നീ എന്നോട് കരുണയുണ്ടാകണേ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് ആ ദൈവത്തെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം അതിന് കാരണമാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ഇതാണ് എൻ്റെ അമ്മയെക്കുറിച്ച് നിങ്ങളിപ്പം ഇത്രയും സാക്ഷ്യം കേട്ടപ്പോൾ
അമ്മയെ കാണാനും അല്ലെങ്കിൽ കൂടുതൽ അറിയാനും ഒക്കെ ഒരു താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ ഏകദേശം ഒരു ആഴ്ചത്തേക്ക് വന്നതാണ്. അപ്പോൾ അമ്മച്ചിയും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതുകൊണ്ട് അമ്മച്ചിയുടെ കയ്യിലേക്ക് മൈക്ക് കൈമാറുകയാണ്. എൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞാൽ എനിക്ക് 41 വയസ്സുള്ളപ്പോഴായി ഈ അസുഖം വരുന്നത്. അസുഖം വന്ന് മരിച്ചു പോകുന്നുള്ള അവസ്ഥയായി. ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു. അന്നേരം ഞാൻ ദൈവമേ, എൻ്റെ മക്കൾക്ക് ആർക്കും ഒരു ജോലി കിട്ടി കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. എൻ്റെ കർത്താവേ, 5 വർഷം കൂടി ജീവിക്കാൻ എനിക്ക് ആയുസ് തന്നിട്ട് എൻ്റെ മക്കളിൽ ആർക്കെങ്കിലും ജോലി കിട്ടി 1 മാസത്തെ ശമ്പളം മേടിച്ചു കൊണ്ടുവന്ന് കാണാൻ എന്നെ അനുവദിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. നേരം ഭർത്താവിൻ്റെ മദ്യപാനം, മാനസാന്തരം ഇതെല്ലാം ആയിട്ട്, പക്ഷേ അവൻ സാക്ഷ്യം പറഞ്ഞു ഭർത്താവിൻ്റെ TV ദർശനം കണ്ടപ്പം ഒരു വലിയ പ്രകാശം മുറിയിലേക്ക് വന്നിട്ട് പ്രകാശം മുറിയിലേക്ക് വന്നിട്ട് അത് ഭിത്തിയിൽ എഴുതി കാണിക്കുന്നവയെ TV കാണുന്ന പോലെ എഴുതി കാണിക്കുകയും ദൈവം സംസാരിക്കുകയും ചെയ്തു. അന്നേരം പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയെ വളരെയധികം ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് നീ പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് ഞാൻ പ്രതിഫലം തരാം. നിൻ്റെ ഭാര്യയിൽ നിന്നുള്ള ലൗകിക സുഖങ്ങളൊന്നും നീ ഓർക്കണ്ട, ഞാൻ നിൻ്റെ ഭാര്യയ്ക്ക് ദീർഘായുസ് തരാമെന്ന് പറഞ്ഞു. ഞാനൊരു 5 വർഷമേ എൻ്റെ ദൈവത്തോട് ചോദിച്ചുള്ളൂ. ഇപ്പം 39 വർഷം കഴിഞ്ഞ് 41 വയസ്സുള്ള ഇപ്പം 80 തികഞ്ഞ് 81ലേക്ക് കയറി. എൻ്റെ ദൈവം എത്ര നല്ലവനും വിശ്വസ്ത. അന്ന് പ്രാർത്ഥിച്ച കണങ്ങുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാർ മുഴുവൻ ഒരു 10-70 പേര് കൂടും. അത് ഓർത്തഡോക്സ്, യാക്കോബ, ഞങ്ങൾ മാർത്തോമാ ഇതൊന്നും നോട്ടമില്ലാതെ വന്ന് മുഴുവൻ പേരും. വൈകുന്നേരം ഭർത്താവും ഞാനും ഈ 4 പിള്ളേരും കൂടി അങ്ങോട്ട് പ്രാർത്ഥന, ഞങ്ങൾ കരയാൻ തുടങ്ങും. ഞങ്ങൾ നാക്കിരുന്ന് കരയുന്ന കാണുമ്പോൾ വന്നിരിക്കുന്ന മുഴുവൻ ജനങ്ങളും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് പായൊക്കെ കണ്ണുനീരും. എൻ്റെ കർത്താവിൻ്റെ തുരുത്തി നിറഞ്ഞ് ഞങ്ങളുടെ കണ്ണുനീരുകൊണ്ട് അവിടുത്തെ തുരുത്തി നിറഞ്ഞൊഴുകിയിരിക്കുക. ആ കണ്ണുനീര് തൂക്കി നമ്മൾ മനസ്സലിഞ്ഞ് നമ്മുടെ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് നമ്മളിപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ പോലെ നമ്മുടെ ഹൃദയമാക്കിയിട്ട് നമ്മൾ അങ്ങനെ കണ്ണുനീര് പൊഴിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ മറുപടി തരുന്ന ഒരു ദൈവം, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. താവേ, അന്ന് ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട്, ഒരു ചെറിയ വീടും ഒക്കെ ആയിരുന്നു. അത് തന്നെ ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. എങ്കിലും ഇതെൻ്റെ ദൈവം ഇവരെ അന്ന് ഉപദേശി ക്യാൻസർ വന്നത് ഏറെ നന്നായി എന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ക്യാൻസർ വന്നത് നന്നായി എന്ന് പറയാൻ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ? ഈ ഉപദേശം എന്നാ വീട്ടിത്താ പറയുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു. പക്ഷെങ്കിൽ ഇന്ന് എനിക്ക് പറയാൻ പറ്റി, ക്യാൻസർ വന്നത് ഏറെ നന്നായി. അതുകൊണ്ട് എൻ്റെ 4 ആൺമക്കളും മരുമക്കളും 8 കൊച്ചുമക്കളും എല്ലാവരും ദൈവത്തെ അറിയുവാൻ ഒരു ദൈവം ചെയ്തപ്പോൾ, അതുമാത്രമല്ല ഈ ദേശത്ത് അനേകർ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം എന്തുമാത്രം ജനങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാണ്. അവരെല്ലാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കണ്ടുമുട്ടുവാൻ ദൈവം ഒരു ഭാഗ്യ അവസരം തന്നതിന് നന്ദിയോട് സ്തോത്രം. ഈ ലോകത്തിലെ സുഖങ്ങളെക്കാളെല്ലാം ഉപരിയായിട്ട് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വന്ന് കുഞ്ഞുങ്ങളൊക്കെ അനേകരെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹം ദൈവസന്നിധിയിലായി തീർന്നതും. അങ്ങനെ ഞങ്ങളും 36 വർഷം ഒന്നിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് കോവിഡ് വന്നു. കോവിഡായപ്പം പ്രാർത്ഥനയ്ക്ക് പോകാനെങ്ങും പറ്റാതെയായി. അന്നേരം ഈ പവർ വിഷൻ ഇവിടെ ഇട്ടുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് ഇപ്പോൾ 24 മണിക്കൂർ നമുക്ക് പവർ വിഷൻ പ്രസംഗം കേൾക്കാനും ഒക്കെ ഒരുക്കിയതിനൊക്കെയും ആ പവർ വിഷനും വേണ്ടി നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അങ്ങനെ ഇത് കേൾക്കാനും ദൈവത്തെ അറിയാനും എല്ലാം ഈ ഞങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് കേൾക്കാനുള്ള അന്ന് ആ കോവിഡ് വന്നല്ല മരിച്ചത്, എങ്കിലും ശാരീരികമായ ശ്വാസം ഇപ്പം മെയ് 21 വരുമ്പം മരിച്ചിട്ട്
3 വർഷമാകുമ്പോൾ മരിച്ചിട്ട്. അന്ന് എങ്ങനെ ജീവിക്കുന്നതെന്നൊക്കെ ഓർത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം അതിശയകരമായിട്ട് നടത്തി. കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയെന്ന് അറിയത്തില്ല, ദൈവം അതിശയകരമായി നടത്തി. അർഹിക്കാത്ത നന്മകളെ, അർഹിക്കാത്ത വീടുകളെ, അർഹിക്കാത്ത സൗകര്യങ്ങളെ എല്ലാം മക്കൾക്കും എല്ലാം കൊടുത്തു. ഒരു കാലത്തെ പട്ടിണി നല്ലപോലെ അനുഭവിച്ചു. ഞാൻ അന്നത്തെ ഇന്നൊക്കെ ഞാൻ അവർക്ക് ഈ പിള്ളേർക്ക് ഒരു പാല് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഒരു മുട്ട കൊടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല കറി കൂട്ടിയ ആഹാരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇന്ന് ദൈവം ചന്ദ്രക്ക് മേശക്ക് അഭയന്തിരകോവിനെ അവർ ശാഖഭക്ഷണം കൊണ്ട് ജീവിച്ചപ്പോൾ അവർക്ക് നല്ല ആരോഗ്യം കൊടുത്തെന്ന് പറഞ്ഞ പോലെ ദൈവം കൃപ ചെയ്തിട്ട് ആർക്കും ആരോഗ്യത്തിനും കുറവൊന്നുമില്ല. ദൈവം ആരോഗ്യവും ബലവും തന്നു, 4 പേർക്കും ജീവിത മാർഗവും തന്നു. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് നല്ല രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ ദൈവം ഇടയാക്കിയേന്. മക്കളും കൊച്ചുമക്കളും എല്ലാം തന്നെ നിൽക്കുന്നു. അതിന് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം പറയുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഒന്നുമില്ലായ്മ ഇത്രത്തോളം ആക്കി. 41-ാമത്തെ വയസ്സിൽ രോഗം വന്നു. ഇപ്പോൾ 81-ാമത്തെ വയസ്സിലേക്ക് കയറി. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോട് സ്തോത്രം പറയുന്ന അനേകരോട് വീട്ടിലിരുന്നാണെങ്കിലും കാണുന്ന ദൈവം ചെയ്ത നന്മകളെ ഇന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നു. അമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പം പെട്ടെന്നൊരു സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നേ. ഞാൻ അന്ന് അമ്മച്ചി ഇങ്ങനെ എഴുന്നേറ്റ് നടക്കും, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഞാനിങ്ങനെ ഞങ്ങളുടെ പുറകിൽ ചായ്പിനോട് ചേർന്ന് ഞങ്ങൾക്ക് കിണറും പിന്നെ ഒരു അലക്കലുണ്ട്. ഞാനിങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുക, അമ്മച്ചിയുടെ തുണി ഉൾപ്പെടെ എല്ലാം അലക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മച്ചി അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. എടാ, മറ്റ് 3 പേർക്ക് എന്നേലും നല്ല ഭക്ഷണമേലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. നീ വളർന്നപ്പം തൊട്ട് ഇങ്ങനെ അവിടുന്ന് കുമരകത്ത് ചെന്ന് അവിടുന്ന് പിന്നെ അമ്പാമയിലേക്ക് സ്ഥലം മേടിക്കാനുള്ള ഇതായി. അമ്പാമയിൽ ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് വീണ്ടും അടുത്ത ലോൺ എടുത്ത് ഇവിടെ സ്ഥലം മേടിച്ചു, പിന്നെ വീട് വെച്ചു. അപ്പം എന്നും ഇങ്ങനെ സാമ്പത്തിക പരാധീനതകളായിരുന്നുകൊണ്ട് കാര്യമായ ഒരു ഭക്ഷണവും നല്ല ഭക്ഷണമൊന്നും എനിക്ക് തരാൻ പറ്റിയിട്ടില്ലല്ലോ എന്നോർത്ത് ഇങ്ങനെ കരയുന്ന ഒരു അനുഭവമുണ്ട്. അപ്പം ഞാൻ എടുത്ത വായിക്ക് പറഞ്ഞ കാര്യമുണ്ട്. ജോസഫിനെ ദൈവം നടത്തിയില്ലേ എന്ന് പറഞ്ഞ പോലെ അതൊന്നും ഓർത്ത് അമ്മച്ചി ഭാരപ്പെടണ്ട എന്ന് പറയുന്നു. അത് ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ എനിക്ക് പ്രിറ്റോട് ചോദിച്ചാൽ അറിയാം. ഞാൻ കല്യാണം കഴിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ ജോലി തുടങ്ങിയ കാലം തൊട്ട് അമേരിക്കയിൽ വേൾഡിലെ മുഴുവൻ ഫുഡും ഉണ്ട്. ഏത് കൺട്രിയിലെ ഏതും. ഞാൻ കഴിക്കാത്ത ആഹാരങ്ങളൊന്നുമില്ല. ദൈവം എത്ര വലിയവനാ. അങ്ങനെ ദൈവം അന്ന് അമ്മച്ചി ഒന്നും കഴിക്കാൻ തരാൻ പറ്റിയില്ലെങ്കിൽ ദൈവം ഇന്ന് അനേക രാജ്യങ്ങളിലെ ഭക്ഷണങ്ങൾ യാതൊരു കുറവും കൂടാതെ കഴിപ്പാൻ ദൈവം കൃപ ചെയ്തു. ഈവൻ ഞാൻ ബോംബെ ജോലി ചെയ്തപ്പോഴും ആണെങ്കിലും എനിക്കവിടെ ബാങ്ക് ഓഫ് അമേരിക്കയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഫ്രീ ലഞ്ച്, വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഡിന്നർ വരെ കിട്ടുമായിരുന്നു. എനിക്ക് 5 പൈസയുടെ മുടക്കില്ലായിരുന്നു. അങ്ങനെയാണ് ദൈവം എന്നെ അവിടെ നടത്തിയത്. അപ്പം നമ്മൾ ഒരു കണ്ണുനീര്, നമ്മുടെ ഏത് കണ്ണുനീര് വീണാലും അതിന് ദൈവം അപ്പനാ. ആ അപ്പനറിയാം. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അതിന് 10 മടങ്ങ് തരുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, എൻ്റെ മോള് ഇങ്ങനെ അപ്പം ജോലി ഞാനില്ലാതിരിക്കുന്നു. 3 മാസം ജോലി കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ഇരിക്കും. അപ്പം അത് ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം അന്ന് അച്ചായൻ പറഞ്ഞിരുന്നു ഞങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ. അപ്പം ഞങ്ങളിങ്ങനെ ചിരിച്ച് തള്ളിയെങ്കിൽ ആ ഒരു 6 മാസക്കാലം ഞങ്ങൾ രാവിലെ എന്നല്ല എത്ര തവണ പ്രാർത്ഥിച്ചെന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. രാവിലെ എവരി അവർ
വാട്ട് എൽസ് വി ക്യാൻ ഡു? കാരണം എനിക്ക് ജോലിയില്ല, ബ്രിട്ടിക്കും ഇത് ഡിസേബിലിറ്റി. ഞങ്ങൾ മണിക്കൂറുകൾ ഇടവിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പലപ്പോഴും ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമുണ്ട്. മർത്തമായിൽ അന്ന് ഉണ്ടായിരുന്ന PY മാത്യു അച്ഛൻ, എനിക്കൊന്ന് എല്ലാ ട്യൂസ്ഡേയോ വെനസ്ഡേ അച്ഛനെല്ലാം വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെ അനേകം വ്യക്തികൾ പ്രാർത്ഥിച്ചു. അങ്ങനെ അപ്പോൾ ഈ ജോലി ഇല്ലാതിരിക്കുന്നു, ഇതിൻ്റെ മധ്യത്തെല്ലാം പ്രതികൂലം. അപ്പം പക്ഷെങ്കിൽ അതിനൊരു സമയമുണ്ട്. നമുക്കൊക്കെയും ചില കഷ്ടത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥനയിലും ദൈവവചന ദാനത്തിലൂടെ നമുക്ക് ആ വിശ്വാസത്തിലേക്ക് മുൻപോട്ട് വരുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു ഉറക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഒരു ഫിയറോ ഒന്നുമില്ല. ഒരു തവണ ഇങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഗൂഗിളിൽ പോയി എങ്ങനെ ആ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ചൈൽഡിനെ ടേക്ക് കെയർ ചെയ്യുന്നൊന്ന് ഗൂഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, സ്റ്റോപ്പ് റൈറ്റ് ദെയർ, ഡോണ്ട് ഡു ഇറ്റ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതോർത്ത് നീ ഗൂഗിൾ ചെയ്യേണ്ട, അതിനെ നോക്കുകയും വേണ്ട എന്ന് പറഞ്ഞു. കാരണം നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തായിരുന്നാലും അങ്ങനെ ആണെങ്കിൽ പോലും ഗോഡ് നോസ് ഹൗ വി ടേക്ക് കെയർ, റൈറ്റ്? സോ അതുകൊണ്ട് അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്യും ഞാൻ. കാരണം അപ്പം പറഞ്ഞു വന്നത്, ഇങ്ങനെ ജോലിയില്ലായിരുന്നിട്ട് എനിക്ക് ആ സമയത്ത് EAD എന്ന് പറയും, എംപ്ലോയ്മെൻറ്റ് ഓതറൈസേഷൻ ഡോക്യുമെൻ്റ്. ആ സമയമായപ്പോൾ എനിക്കത് ലഭിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഞാൻ അബിഗയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് അറ്റൻഡ് ചെയ്തിരുന്നു. അബിഗയിൽ ഉണ്ടായി അങ്ങോട്ട് കയ്യിലെടുത്തു. ഏകദേശം ഒരു വിതിൻ ഫ്യൂ മിനിറ്റ്സ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഫോൺ കോൾ വരുന്നു, വി ഹാവ് ആൻ ഓഫർ ഫോർ യു. അന്ന് എനിക്ക് ഉണ്ടായ ദിവസം എനിക്ക് ജോലിയുടെ ഓഫർ ലഭിച്ചു ഫോണിക്കിടെ. അതുകൊണ്ട് മോളെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ഓഫർ ലെറ്റർ വിത്ത് സാലറി ഡീറ്റെയിൽ അവിടെ മെയിൽ ബോക്സിൽ കിടക്കുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉടനെ 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ജോലിക്ക് കയറുവാൻ സാധിച്ചു. അപ്പോൾ എല്ലാം ദൈവം നമ്മളെ ഓരോ പ്രോസസ്സിൽ കൂടി കടത്തി വിടുമ്പോൾ ദൈവം മുന്നേ എല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കരുതൽ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം അതിശയങ്ങളുടെ ദൈവമാണ്. ആമേൻ.